എൻ്റെ സ്നേഹം നേരുകയാണ്. എല്ലാവർക്കും എൻ്റെ സലാം. പ്രിയപ്പെട്ട സുഹൃത്ത് മാറൂഫ് ഭായ് സൂചിപ്പിച്ച പോലെ പുതിയ കാലത്തിന്റെ ഒരു റിലീജിയൻ ആയിട്ട് വേണമെങ്കിൽ സ്പിരിച്വാലിറ്റിയെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഞാൻ ഒരു കുഞ്ഞു സ്റ്റോറി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയൊരു സ്റ്റോറി. ഒരു മുതലക്കുളം. ആ മുതലക്കുളം ഈ കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക് നീന്തി എത്തിയ ആൾക്ക് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് രാജാവ് വിളംബരം ചെയ്യും. വലിയ ഒരു ധൈര്യവാനെ കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അടുത്ത എൻ്റെ അനന്തരി വളരെ ധൈര്യമുള്ള, വളരെ തന്റേടിയായ ഒരാളാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അദ്ദേഹം അങ്ങനെ ഒരു മത്സരം പ്രഖ്യാപിച്ചു. ആരും റെഡിയാകുന്നില്ല. ഈ സ്റ്റോറി കേട്ട ആളുകൾ ജസ്റ്റ് ഒന്ന് കൈവന്നിക്കും, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, കേട്ടിട്ടുണ്ട് എന്ന്. ഓക്കെ, കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ, നിശബ്ദരായി നിൽക്കുകയാണ്. കാരണം പിന്നെ കുളത്തിൽ മുതലകൾ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് പൊന്തുന്നൊക്കെ കാണുന്നുണ്ട്. ഒരാളും റെഡിയാവാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ ഒരാൾ. അത്ഭുതത്തോടുകൂടി ആളുകൾ മുഴുവനും ഇങ്ങനെ വീക്ഷിച്ചു നോക്കണം, ആരാണ് അവൻ. അദ്ദേഹം വളരെ വേഗതയിൽ അങ്ങേ കരയിൽ നീന്തി തുടിച്ചെത്തി. അങ്ങനെ നോക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ ഹർഷാരവത്തോടു കൂടിയാണ് സ്വീകരിക്കാൻ. എന്തൊരു ഭാഗ്യവാൻ, എന്തൊരു ധൈര്യശാലി. അപ്പൊ ആളുകൾ മുഴുവൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ധൈര്യം വന്നു ഈ കുളത്തിലേക്ക് ജീവൻ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് ചാടാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് വന്നത് എന്നുള്ള രൂപത്തിൽ എല്ലാവരും ഇങ്ങനെ നോക്കണേ. അങ്ങനെ അപ്പൊ ഇയാളിങ്ങനെ തിരയാണ്, എല്ലാ ആളുകളെയും തിരയാണ്, ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ തിരയാണ്. അപ്പൊ രാജാവ് ചോദിക്കാൻ, എന്ത് പറ്റി, എന്താ വേണ്ടത്? അല്ല ഒന്നുമില്ല, ഞാൻ നോക്കണത് എന്നെ കുളത്ത് കുന്തിയിട്ട ഒരു കഴുതണ ഹമുക്കുണ്ട്, അയാളെ തിരയാണ് ഞാൻ. അത് കിട്ടിയ ഞാൻ റെഡിയാക്കുന്നതാണ്. ഇയാള് യഥാർത്ഥത്തില് ചാടിയതായിരുന്നില്ല, ഇയാളെ ഒരാൾ ഉന്തിയിട്ടതാണ്, തള്ളിയിട്ടതാണ്. ഇതാണ് കഥ. ഒരുപക്ഷെ ഇവിടെ വരെ നിങ്ങൾ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ സ്റ്റോറി കേട്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പല തരത്തിലുള്ള, പല മേഖലയിലുള്ള, എന്താ പറയാ, പല ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. യെസ്, കേട്ടിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. നസീറ കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊരാളും കേട്ടു എന്ന് പറഞ്ഞു. യെസ്, നവാസ് വൈ. യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മുബീന കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കഥ അവിടുന്ന് ജസ്റ്റ് എന്താ പറയാ, നിങ്ങൾ കേട്ടതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടൊരു കഥ പറയാന്നുള്ളത് മോശമാണല്ലോ. അപ്പൊ ആ കഥകളുടെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സൗദാ ബീഗം, ആ കഥന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വ്യക്തിനെ തള്ളിയിട്ടത് ശരിക്കും ആ വ്യക്തി, തള്ളിയിട്ട വ്യക്തി അയാളെ രാജാവ് ഏൽപ്പിച്ച ആളായി. രാജാവിന്റെ പ്രീ പ്ലാനിങ് ആണ്. വളരെ ആസൂത്രിതമായി രാജാവ് തന്നെ ഇയാളെ തള്ളിയിടാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചതാണെന്നുള്ളതാണ്. രാജാവ് ഇയാളെ സെലക്ട് ചെയ്യായിരുന്നു. പ്രത്യക്ഷത്തിൽ അവിടെ ഒരു മത്സരം നടക്കണം. എന്നാൽ രാജാവിന് ഇഷ്ടപ്പെട്ട ആളെ, ചില ക്വാളിറ്റികളൊക്കെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ അതിനെ സെലക്ട് ചെയ്യായിരുന്നു. ഈ സ്റ്റോറി എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്തിനാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ സമയം നമ്മൾ സംസാരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടൊരു ഇന്ററാക്ഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കരുതുന്നത്. എന്താണ് ഇത് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം, സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ള തൽക്കാലം അവിടെ നിൽക്കട്ടെ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെ ദൈവവുമായി കണക്ട് ചെയ്ത് സംസാരിക്കാം, സോളുമായി കണക്ട് ചെയ്ത് സംസാരിക്കാം, പലതരത്തിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരു കുഞ്ഞു കഥ കൂടെ പറയണേ, ചെറിയൊരു കഥ കൂടി പറയാം, എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് എൻ്റെതായ ഒരു രൂപത്തിലാണ് ഈ കഥ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെവിടെയാണ് ഇതിന്റെ സോഴ്സ് എന്ന് ചോദിക്കരുത്. സ്റ്റോറി ഉണ്ട്, പക്ഷെ ഞാൻ അതിന് എൻ്റെതായ ഒരു ശൈലിയിലാണ് പറയുന്നത്. കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് മഹ്മൂദ് രാജാവ് പുറത്ത് ഒരു വളരെ ആത്മാർത്ഥമായിട്ട് റോഡ് സൈഡ് ക്ലീൻ ചെയ്യുന്ന ഒരു യാചകനെ കാണാം. അദ്ദേഹത്തിന്റെ ആ ഒരു സിൻസിയറിറ്റി കണ്ടിട്ട് ചില ആളുകളെ കാണും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും.
ആൾ വളരെ സിൻസിയർ ആയിട്ട് റോഡ് സൈഡ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളെ കണ്ട് ഇഷ്ടപ്പെട്ട രാജാവ് ഒരാളെ പറഞ്ഞയച്ചിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയാളെ ഏൽപ്പിച്ചു. കൊട്ടാരമല്ല, കൊട്ടാരത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന്റെ പിന്നെ ഗാർഡനും ആ സൈഡൊക്കെ ഉള്ള പുറംഭാഗം. അപ്പൊ അങ്ങനെ ആ വർക്ക് അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിന്റെ പുറത്ത് ഇങ്ങനെ സൂപ്പറായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് മട്ടുപ്പാവിൽ നിന്ന് വീക്ഷിച്ചപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് മറ്റൊന്നും നോക്കാതെ, ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാതെ തന്നെ ഏൽപ്പിച്ച ആ വർക്ക് ഗംഭീരമായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി രാജാവിന് വീണ്ടും ഇഷ്ടം കൂടുകയാണ്. രാജാവ് അയാൾക്ക് ഗാർഡന്റെ ഒരു ചുമതല കൊടുത്തു. ഗാർഡൻ വളരെ മനോഹരമായി ഒരു 2 ആഴ്ച കൊണ്ട് പഴയ ഗാർഡനിൽ നിന്നും വ്യത്യസ്തമായി മാറി. അങ്ങനെയുള്ള ചില ആളുകൾ ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുഖച്ഛായ മാറും. ചിലപ്പോൾ ഒരു മരുമക്കളൊക്കെ ആണെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വീടിന്റെ ഒരു കൾച്ചർ മാറും, ആംബിയൻസ് മാറും. നമ്മൾ ജോലി സ്ഥലത്തേക്ക് അങ്ങനത്തെ ചില പ്രകാശിത രൂപങ്ങൾ എത്തുമ്പോൾ അവിടെ ഫുള്ളും ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അവർ മാറ്റും. ഇങ്ങനെ എല്ലാവരും ചർച്ചാ വിഷയമായി. അദ്ദേഹത്തിന്റെ സിൻസിയാരിറ്റി, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക കഴിവ്, ഇതൊക്കെ കണ്ടുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു, പിന്നീട് പുറത്തു നിന്ന് പിന്നെ സാധനങ്ങളൊക്കെ കൊട്ടാരത്തിലേക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളായിട്ട് ചുമതല കൊടുക്കും. അതിലും 100% മാർക്ക്, എല്ലാത്തിലും ഒരു തിരിച്ചുള്ള ഒരു അഭിനന്ദനം പോലും കാക്ഷിക്കാതെ അദ്ദേഹം തന്റെ ഡ്യൂട്ടി അങ്ങനെ ചെയ്തു പോവാണ്. അവസാനം കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ക്ലീനിങ് ജോലി കൊടുക്കുന്നു. പിന്നെ ഇങ്ങനെ ഇയാളുടെ സ്ഥാനം ഇങ്ങനെ കയറി കയറി വരികയാണ്. അവസാനം പിന്നെ രാജാവിന്റെ ബെഡ്റൂം ക്ലീൻ ആക്കാനുള്ള ഡ്യൂട്ടി അദ്ദേഹത്തിന് വരികയാണ്. അങ്ങനെ ചില സമയങ്ങളിൽ രാജാവുമായിട്ടൊക്കെ ചെറിയൊരു സംസാരത്തിനൊക്കെയുള്ള, കുഞ്ഞു സംഭാഷണത്തിനൊക്കെയുള്ള ഒരു അവസരം കിട്ടുന്നു. അങ്ങനെ ഇടക്ക് ഇദ്ദേഹത്തിന്റെ സംസാരം, പെരുമാറ്റം, സൗമ്യത എല്ലാം രാജാവിന് വളരെ ഇഷ്ടമായി. രാജാവ് അദ്ദേഹത്തെ ഒരിക്കൽ എന്താ പറയാ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അത് ഇരിക്കുന്നില്ല. അങ്ങയുടെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, അങ്ങയോട് അപമര്യാദയായി പെരുമാറുന്നതിൽ അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങനെ രാജാവ് ഇദ്ദേഹത്തെ അവസാനം രാജാവിന്റെ ആക്കി മാറ്റാൻ, പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കിയിട്ട് മാറ്റുന്നു. രാജാവിന്റെ ഫയലും കാര്യങ്ങളും എല്ലാം നോക്കാനും റൂം നോക്കാനും മൊത്തത്തിലുള്ള ഒരു ഡ്യൂട്ടി അയാൾക്ക് വരും. അങ്ങനെ അത് ആ ഒരു ജോലിയിലും കൂടുതൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. വീണ്ടും താഴ്ചയല്ല, വീണ്ടും ഉയർച്ചയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ കാണപ്പെടുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, നല്ല ഒപ്പീനിയൻ ഉള്ള, വിഷനുള്ള, കാഴ്ചപ്പാടുള്ള ആളാണ്. നമ്മൾ ചിലപ്പോൾ ചില വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ, അവർക്ക് നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാവും. അങ്ങനെ വലിയൊരു പ്രഗത്ഭനായ ഒരാൾക്ക് തീരെ അറിവില്ലാത്ത ഒരാൾ വളരെയധികം എന്താ പറയാ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട്, വലിയൊരു രാഷ്ട്രീയ മേഖലയിലുള്ള ഒരാൾക്ക്. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ ഈ വ്യക്തി. ഇദ്ദേഹത്തിന്റെ പേര് അയാസ് എന്നാണ്. രാജാവിന്റെ പേര് മഹ്മൂദ് എന്നാണ്. മഹ്മൂദ് രാജാവിന്റെ വിശ്വസ്തനും. അവസാനം ഇയാൾ മന്ത്രിപദത്തിലേക്ക് എത്തുക. കൊട്ടാരത്തിൽ ഒരു മന്ത്രിയായി മാറുന്നു. അപ്പോഴേക്കും അസൂയാലുക്കൾ സ്വാഭാവികമാണ്. അസൂയാലുക്കൾ വരുന്നു, കുശുകുശുപ്പ് തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി അടുത്തുണ്ട്. അപ്പോൾ കൈപ്പക്കയുടെ ജ്യൂസ് കുടിക്കുകയാണ് മഹ്മൂദ് രാജാവ്. ഭയങ്കര കയ്പ്, അപാരമായ കയ്പ്. അപ്പൊ അദ്ദേഹം അത് അവിടെ വെച്ചപ്പോ ബാക്കി ആരെങ്കിലൊക്കെ കുടിക്കുക വെച്ചപ്പോ അയാസ് എന്ത് ചെയ്തു, ആ ജ്യൂസ് എടുത്തിട്ട് ചുണ്ടോട് അടുപ്പിച്ച് മെല്ലെ കുടിക്കുകയാണ്. മഹ്മൂദ് രാജാവ് അയാസിന്റെ മുമ്പിൽ വെച്ച ആ ഒരു കൈപ്പക്കയുടെ ജ്യൂസ് അയാസ് കുടിക്കണമെങ്കിൽ കുടിച്ചോട്ടെ എന്ന് നിൽക്കാണ് അവിടെ മുന്നിൽ വെച്ചത്. അതെടുത്ത് ആസ്വദിച്ച് കുടിക്കുന്നു. രാജാവ് കരുതി ഞാൻ കുടിച്ച സാധനം തന്നെയല്ലേ ഇപ്പൊ ഇത്, എന്താ പെടും. അപ്പോ രാജാവ് വീണ്ടും കുടിച്ചു നോക്കിയപ്പോ അത് വീണ്ടും കയ്പന്നെ. ഇതെന്താണ് അയാസ്, ഇത് ഇത്രയും കയ്പുള്ള ജ്യൂസ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്നത്? അപ്പോ അയാസിന്റെ മറുപടി ഇങ്ങനെയാണ്: രാജൻ, അങ്ങയുടെ കൈകളുടെ മധുരത്താൽ ആ കയ്പക്കയുടെ കയ്പ് ഞാൻ അറിയാതെ പോയി എന്നുള്ളത്. എനിക്ക് തന്നതാരാണ്? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ജീവന്റെ ജീവനായ എന്റെ രാജാവാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പൊന്നും അറിയണില്ല. ഇത് വലിയൊരു ഫിലോസഫി കൂടിയാണ്, ഒരു സ്പിരിച്വൽ ഫിലോസഫി കൂടിയാണ്. ജീവിതം എപ്പോഴാണ് മധുരമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറികടക്കുന്ന ഒരു നോളജ് നമ്മൾ വഹിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഫിലോസഫി, ഒരു ദർശനം ഉണ്ടാവണം. അത് വെറും ബുദ്ധിയിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മളിലുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്ല. അതിന് ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്
നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ടല്ലോ അല്ലെ? ഫുട്ബോൾ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. ഒരുപാട് റിസ്ക് ഉണ്ട്, ഒരുപാട് ടെൻഷൻ ഉണ്ട്, അടി കിട്ടുന്നു, വെട്ട് കിട്ടുന്നു, ഓടുന്നു. പക്ഷെ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കളിയുടെ യാതൊരു പ്രയാസവും അറിയുന്നില്ല. കളി എന്ന് പറയുന്ന ലഹരിയിൽ അയാൾ മുഴുകിയിരിക്കുക, അതിൽ ഇൻവോൾവ്ഡ് ആണ്. ആ ലഹരി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിതപ്പറിയുന്നില്ല, ഓട്ടറിയുന്നില്ല, ക്ഷീണം അറിയുന്നില്ല. കളിയുടെ ലഹരിയിലും ആവേശത്തിലും അതിന്റെ ആ ഒരു മത്തിൽ അയാൾ തന്നെ മറന്നുകൊണ്ട് അതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ പ്രയാസം അറിയില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു വേർഡ് ഉണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്ര. എല്ലാ പ്രയാസത്തോടു കൂടെയും ഒരു എളുപ്പമുണ്ട്. സാധാരണഗതിയിൽ അതിനൊരു മീനിങ് വെക്കൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മളിപ്പോ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനോട് കൂടെ ഒരു സന്തോഷം വരും, അല്ലെങ്കിൽ ഒരു എളുപ്പം വരും. അതോ പ്രയാസത്തിന് ശേഷം എന്നാ. പക്ഷെ അവിടെ ടേംസ് ഉപയോഗിച്ചത് ആഫ്റ്റർ എന്നല്ല, കൂടെ എന്നുള്ളതാണ്. പ്രയാസത്തിന്റെ കൂടെ. അത് ഏതൊരു വിഷയത്തിലും ഒരു പ്രയാസം ആയ സാഹചര്യം അവിടെ അതിലൊരു ലഹരി വന്നു കഴിഞ്ഞാൽ, അതിലൊരു പാഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമായി മാറുന്നുള്ളത്. വല്ലാത്ത നമ്മളെ ജീവിതത്തെ എന്താ പറയുക, മാറ്റിമറിക്കുന്ന ഒരു സാധനമാണത്. ഭയങ്കര സംഭവമാണ്. ഒരു ഹോസ്പിറ്റലിൽ രാത്രിയിൽ ഒരാളുടെ കൂടെ നമ്മൾ ICUവിൽ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള ഒരു സാഹചര്യത്തില്. ഒറ്റ സെക്കൻഡ്. രാത്രിയില് ICUവില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്നാൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്രിയതമയായ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് നിധിയായി ലഭിച്ച ഒരു കുട്ടി, ഒരു 3 വയസ്സോ 4 വയസ്സായ കുട്ടി ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്ന ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറായിട്ട് തോന്നൂല. ആ വ്യക്തിയോടുള്ള ബന്ധമാണ് ഇവിടുത്തെ വിഷയമേ അല്ല, ഇവിടുത്തെ പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അവിടെ ICUവിൽ കിടക്കുന്നത്. കൂടെ വന്നിട്ട് ആളുകൾ ചോദിക്കും, അല്ല ഫുഡ് കഴിച്ചോ? വേണ്ട. അവിടെ ഉണ്ട്, ഫുഡ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. വേണ്ട. നമ്മൾ അതിനൊരു ത്യാഗമായിട്ട് കാണുക പോലും ഇല്ല. നമ്മളതൊരു പ്രയാസമായിട്ട് അനുഭവിക്കുകയും ചെയ്യൂല. എത്രത്തോളം അത് നമ്മൾ എൻജോയ് ചെയ്യും. നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങൾ. ഇപ്പൊ ഒരാൾ പറയാണ്, ഞാനേ ഇന്നലെ ഹോസ്പിറ്റലിൽ ഒക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അങ്ങനെ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാൻ പറ്റും അയാൾ അത്ര സിൻസിയറായ ബന്ധമല്ല. അയാൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലവിനെ പ്രൂവ് ചെയ്യണം. അയാൾക്കത് ഒരു പ്രയാസമായിട്ട് ഫീൽ ചെയ്തു. ഒരിക്കലും ഒരു അമ്മ തന്റെ കുഞ്ഞിന് വേണ്ടി ഉറക്കം വെച്ചത് ഒരിക്കലും പറയൂല. ജസ്റ്റ് ഒന്ന് പറയുന്നല്ലാതെ അതിനാ വ്യക്തിയോട് വീണ്ടും വീണ്ടും പറയാം. ഹസ്ബൻഡ് രോഗമായിട്ട് കിടക്കുകയാണ്. അപ്പോ നേരം വിളിച്ചിട്ട് ഇങ്ങനെ പറയണം ഹസ്ബൻഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇന്നലെ 2 മണി സമയത്ത്, അങ്ങനെ 3 മണി സമയം, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സൂഫി കോട്സ് ഉണ്ട്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഭർത്താവ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ 1 മണിയാണ് സമയത്ത് പ്രിയപ്പെട്ടവള് ഇയാളിങ്ങനെ ഞരങ്ങിയപ്പോ, എന്താ നിങ്ങൾക്ക് ഉറക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ അയാൾ വീണ്ടും ഉറങ്ങിയാലേ കുഴപ്പമില്ല. പിന്നെ 3 മണിയായപ്പോ ഇയാൾ കുരച്ചിട്ട് മൂത്രയിക്കാൻ വേണ്ടി എണീച്ചു. അപ്പോഴും ഇവള് ചോദിക്കുകയാണ്, എന്താ ഉറക്കം കിട്ടുന്നില്ലേ? 4 മണിക്ക് വീണ്ടും എന്ത് ചെയ്യാണ്, ഇയാളിങ്ങനെ എന്താ പറയാ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താ സുഖമില്ലേ, ഉറക്കം കിട്ടണില്ലേ, അസുഖം ഉണ്ടോ? അപ്പൊ ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? താൻ ഉണർന്ന് നോക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൾ എനിക്ക് ഉറക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാത്രി മുഴുവനും ആർക്കും ഉറക്കല്ല, തൻ്റെ പ്രാണപ്രേയസിക്ക് ഉറക്കല്ല, തന്നെ ഓർത്തുകൊണ്ടാണ്. ഇതാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയത്തിലെല്ലാം അലിഞ്ഞു പോകും. പ്രണയത്തിൽ ജീവിത വിഷയങ്ങൾ അലിഞ്ഞു പോകും. അപ്പൊ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതല്ലാത്ത ഒരാളാണ് ഹോസ്പിറ്റലിലെങ്കിൽ, അതിപ്പോ ആരും എന്നുള്ളതല്ല, ചിലപ്പോൾ
ബന്ധം കൊണ്ട് അടുത്തതായിരിക്കാം, പക്ഷെ ഹൃദയം കൊണ്ട് അടുത്തതായിരിക്കൂല. അങ്ങനെ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പുറത്ത് നിൽക്കാൻ കഴിയില്ല. ഭയങ്കര തിരക്കുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അഥവാ നിന്നാൽ തന്നെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞത്. നമുക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഫീൽ ചെയ്യുക, പ്രയാസമായിട്ടാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. മറ്റേ ആളുകൾ മറന്നിട്ടുണ്ടാവും. ഫുട്ബോൾ ഗോൾ അടിച്ച ശേഷം മെസ്സി ഒരിക്കലും പറയില്ല, ഓ ഞാൻ എങ്ങനെയാണ് അടിച്ചതറിയില്ല, നിങ്ങൾക്ക് അറിയില്ല, കഷ്ടപ്പെട്ട് നെയ്മറിനെ വെട്ടിച്ച് കാലും പറഞ്ഞു വീണു, ഞാനൊക്കെ അനുഭവിച്ച ത്യാഗം എന്ന് കരച്ചുകൊണ്ട് ആരും പറയില്ല, മെസ്സി പറയില്ല. ഈസ് എൻജോയിങ്. ആ ഒരു ത്യാഗവും അറിയില്ല, കാരണം അയാളാ പ്രണയിക്കുന്നത് ഫുട്ബോളിനെയാണ്. പ്രണയം ഉള്ളിൽ കയറിയാൽ വേദനകൾ അറിയുകയേ ഇല്ല. ദിസ് ഈസ് മൈ പോയിന്റ്. ഇതാണ് ആ ഒരു ഇന്നമായ ലൊസരീസറിന്റെ ഡെപ്തിലോട്ട് പോകുമ്പോൾ ഒരു സൂഫി വേർഷനിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ മീനിങ് അതിൽ നിന്ന് വരുന്നത് അങ്ങനെ. ഇത് ലൈഫിൽ മുഴുവൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയാണോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലഹരി നമുക്കുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ വിഷയത്തിലും എളുപ്പമുണ്ട് പ്രയാസമുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് പുറത്ത് കാത്തു നിൽക്കുക, രോഗിക്ക് വേണ്ടി കാത്തിക്കുക എന്നുള്ളത് എളുപ്പമാണ് പ്രയാസമാണ്. എളുപ്പത്തോടു കൂടെ പ്രയാസമുണ്ട്. പ്രയാസമാണ് എനിക്ക്, പക്ഷെ അതിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ട്. എപ്പോ ഇതിലൊരു മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രണയം എന്ന മധുരം, ഇഷ്ടമെന്ന മധുരം, ബന്ധമെന്ന മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രയാസകരമായ സംഭവം ഇഷ്ടമായി മാറുകയാണ്. ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അച്ഛനിങ്ങനെ കിടക്കുകയാണ്. അച്ഛൻ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ICUലായിരുന്ന സമയത്ത് മകൻക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. അവനിങ്ങനെ ഫോണ് കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ക്ലാസ്സിക് സ്റ്റോറി. അപ്പോ അവനിങ്ങനെ ഞാൻ ഉറങ്ങാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അമ്മ കുട്ടിക്കാലത്തെ കുറെ സ്റ്റോറികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരായിരുന്നു അച്ഛൻ എന്നുള്ള ആ സ്റ്റോറി ഇങ്ങനെ കേട്ട് അവന്റെ കണ്ണുകൾ ഇങ്ങനെ വിടർന്ന് അച്ഛൻ ആരാണ് എന്ന ഒരു ബന്ധം അവർക്ക് കിട്ടുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പറയണം, അമ്മ പോയി ഉറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ബന്ധം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് എന്താവുന്നത്, അല്ലെ? ആ ബന്ധത്തിന്റെ റിയലൈസേഷൻ. അപ്പൊ സ്പിരിച്വാലിറ്റി 2 ലെവലുകളിലുണ്ട്. ഒന്ന് മനുഷ്യർ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുമായിട്ടുള്ള ബന്ധം. മറ്റൊന്ന് അതിലപ്പുറം കാണപ്പെടുന്ന ഈ മനുഷ്യൻ, അതിനപ്പുറം ഇവിടെ എന്തോ സംതിങ് സ്പെഷ്യൽ ഉണ്ട്. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമുള്ള, ബിയോണ്ട് സയൻസ് ആയിട്ടുള്ള, ഫിസിക്സിനപ്പുറമുള്ള, മെറ്റാഫിസിക്സ് ആയിട്ടുള്ള ഒരു തലം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ദൈവം ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ഉണ്ടാക്കേണ്ടി വരും. ഒരു സംതിങ് സ്പെഷ്യൽ എനർജി, സംതിങ് സ്പെഷ്യൽ ബിയോണ്ട് ദ സയൻസ് മാറ്റർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലോട്ടുള്ള ചിന്തയും അന്വേഷണങ്ങളും പരിശ്രമങ്ങളും പരിശീലനവുമാണ് ദ സ്പിരിച്വാലിറ്റി, റിയൽ സ്പിരിച്വാലിറ്റി. അവിടെ റിലീജിയന്റെ അപ്പുറം അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് സോളിലേക്ക് കണക്ട് ചെയ്യുന്ന വല്ലാത്തൊരു മാന്ത്രികമായ, മാസ്മരികമായ സ്പർശം സ്പിരിച്വാലിറ്റിയിലുണ്ട്. അതിന്റെ എസൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. അപ്പൊ ദൈവത്തോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സൽ കോൺഷ്യസിനോട് ഒരാൾക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനങ്ങളോടും കണക്ഷൻ ഉണ്ടാവും. ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു, നിജദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധകവാടം, നിഭൃതമിരുട്ടിൽ നിഗൂഢമിരുന്നു നീ ധ്യാനിക്കും ദൈവതമെവിടെ, നിലകൊൾവീല നിമീല തലോചനം ഒന്നു തുറക്കൂ നന്നായി നോക്കൂ. അല്ലെ? കരിനില മുഴുമ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായി രവീന്ദ്രനാഥ ടാഗോർ പറയുന്ന ഗീതാഞ്ജലിയിലെ ആ വരിയില് മതത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എതിർക്കുകയോ അല്ല ചെയ്യുന്നത്. വെള്ളവസ്ത്രം കരഞ്ഞ് ആരാധന മൂലയിൽ നിന്ന് മാറി പണിയെടുക്കാൻ പാടത്തേക്ക് ഇറങ്ങൂ എന്ന് പറയുമ്പോൾ മറ്റത് ഒഴിവാക്കണമെന്നല്ല. ഇത് ധ്യാനം ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും ജനങ്ങളിലേക്ക്, തന്റെ ജീവിതത്തിലേക്ക്, പ്രൊഫഷനിലേക്ക് ശക്തമായിട്ട് ഇറങ്ങുമെന്ന സൂചന കൂടിയാണ് ഇതിലുള്ള ഞാൻ കാണുന്നത്. അതിശക്തമായ വരികളാണ്. അഥവാ ഒരാൾക്ക് ദൈവത്തോട് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് മനുഷ്യരോട് കണക്ഷൻ ഉണ്ടാവും. മനുഷ്യരോട് കണക്ഷൻ ഇല്ല, ആളുകളോടൊക്കെ വളരെ റഫാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തം ആളാണ് എന്ന് പറയണമെങ്കിൽ ഈസ് എ ശുദ്ധ തട്ടിപ്പ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സ്പിരിച്വാലിറ്റിയുടെ സയൻസിലേക്ക് ഇങ്ങനെ പോവാം കുറച്ചൊന്ന്. ഇത് വളരെ മറുഫ് ഭായി പറഞ്ഞിരുന്നു, അത്രയും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ആണെന്നത്. അതുതന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു
കുറച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് വിഷയങ്ങൾ പറയാൻ. ഞങ്ങൾ പല തരത്തിലും പല തലങ്ങളിൽ എത്തിയവരായിരിക്കാം, നമ്മൾ നേരിട്ട് പരിചയമില്ല എങ്കിൽ കൂടെ ഞാൻ ചെറിയ ഏരിയകൾ ഇങ്ങനെ ചർച്ച ചെയ്യാം. റിഫ്ലക്സ് ആക്ഷൻ നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോ സാദിഖ് പി പഠിക്കൽ, സാദിഖ് ഭായി ഇപ്പൊ കൈ ഇങ്ങനെ കൊണ്ടുപോയി, അത് റിഫ്ലക്സ് അല്ല. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നിങ്ങളെ കണ്ണിന് നേരെ അടിക്കുകയാണെങ്കിൽ കണ്ണ് ചിമ്മും. അല്ലെ കാലില്, ഞാനിപ്പോ നേരത്തെ ഇറങ്ങിയ സമയത്ത് ഇവിടുന്ന് കുറച്ചെന്റെ കാലിയുടെ വാതിലിന്റെ അടി കുടുങ്ങി കുറച്ചു മുമ്പ്. അപ്പൊ ഞാൻ അറിയാതെ അതെന്താ റിഫ്ലക്സ് ആക്ഷൻ. അതിനപ്പുറം ഇപ്പൊ നിങ്ങൾ നേരത്തെ സാദിഖ് ഭായി കൈ ഇങ്ങനെ കൊണ്ടുപോയി, അതെന്താണ്, അത് അതൊരു ഇന്റൻഷന്റെ പുറത്താണെങ്കിലും അത് ഓട്ടോ പൈലറ്റിൽ സെറ്റ് ചെയ്യപ്പെട്ട ഒരു ആക്ഷൻസ് ആണ്. നമ്മൾ ചൊറിയുന്നത്, നമ്മൾ തലയാട്ടുന്നത്, ഇരിക്കുന്നത്, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കുന്നത്, നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണ്. എന്നാൽ അറിയാതെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെയാണ്. ഇപ്പോ പിന്നെ മുസ്താഖ് ഭായി ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു, അതെന്താണ്, അത് ഓട്ടോ പൈലറ്റിലാണ്, നമ്മൾ അറിയാതെ. ഇപ്പൊ ഞാൻ ആക്ഷൻ കാണിക്കണ്ടേ, ഇതാണ് റിഫ്ലക്സ് ആക്ഷന് ശേഷമുള്ള ചെറിയ ഒരു എന്താ പറയാ, ചെറിയ ഒരു ഇന്റൻഷൻ ഉണ്ട് വേണമെങ്കിൽ പറയാനെങ്കിൽ. അറബിയിലെ നിയത്ത് എന്ന് പറയും. ഇതാണ് ഹൃദയത്തിന്റെ ഒരു തലം. ഇതിനപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ ഓട്ടോ പൈലറ്റ് മൂഡ് എന്ന് പറയാം. അതിനപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ പിന്നെ റൈസ ബിജു നിങ്ങളെ കൈ ഒന്ന് പൊക്കാൻ പറ്റും? റൈസ ബിജു കൈ ഒന്ന് പൊക്കാൻ പറ്റും? ഓക്കെ. ഇപ്പൊ നിങ്ങൾ കൈ പൊക്കിയില്ലേ, എന്തൊരു അത്ഭുതം അല്ലേ. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ കൈ പൊങ്ങി. നമുക്കത് വളരെ സിമ്പിൾ ആണ് അല്ലേ. പക്ഷെ അവിടെ നിങ്ങളൊരു സിമ്പിൾ ആക്ഷൻ അഥവാ ഒരു സിമ്പിൾ എഫേർട്ട് അവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് കഴിയും. ഇതാണ് ഹൃദയത്തിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യം പറഞ്ഞത് റിഫ്ലക്സ്, അതിനുശേഷം ഓട്ടോ പൈലറ്റ് ആണ്, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പ്രവൃത്തി. അവിടെ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ഇന്റൻഷൻ ഉണ്ട്, സ്മോൾ ആണ്. പിന്നെ അത് സിമ്പിൾ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൈ ഒന്ന് ആക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിന്നെ അല്ലെ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കുന്നു, ഇതൊക്കെ ഒരു സിമ്പിൾ എഫേർട്ടാണ്. എന്നാൽ ഞാൻ പറയാണ്, നാളെ രാവിലെ ഒരു സെഷൻ ഉണ്ട്, ഗംഭീരമായ ഒരു സ്പിരിച്വൽ നോളജ് ചർച്ച ചെയ്യുന്ന ഒരു സെഷനാണ്, രാവിലെ 3:30 മണിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് എഴുന്നേൽക്കും? നിങ്ങൾ എഴുന്നേൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളിൽ, ഇതിലിപ്പോ എത്ര ആൾ എഴുന്നേൽക്കുന്നു, ഒരു 10 ആൾ എഴുന്നേൽക്കുന്നു കൂട്ടിക്കോ, നിങ്ങൾക്കുള്ളിൽ ഈ സമയത്ത്, ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഒരു സ്ട്രോങ് ഡിസിഷൻ അവിടെ നടക്കണം. അത് ഹൃദയത്തിന്റെ കുറച്ചും കൂടി ഉള്ളിലുള്ള അല്ലെ, കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. അത് കൂടുതലാർക്കും കഴിയില്ല. പക്ഷെ ഹൃദയത്തിന്റെ ആ ഉള്ളിലോട്ട് നിങ്ങൾക്ക് അതിന്റെ നീഡും അതിന്റെ പാഷനും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എഴുന്നേറ്റിരിക്കും. നേരെ മറിച്ച് ഞാൻ പറയണം, നാളെ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു 10 ലക്ഷം രൂപ തരാന്ന് പറയുമ്പോൾ 10 ലക്ഷം പുളിക്കൂലല്ലോ. അപ്പൊ എല്ലാവരും എഴുന്നേൽക്കും, ഷുവറാണ്. ഉറങ്ങുന്നില്ല എന്ന് വേണമെങ്കിൽ ഉറങ്ങൂല. അപ്പൊ അത് എവിടെ സംഭവിക്കുന്ന മൈൻഡിന്റെ എവിടെയാണല്ലോ എനിക്കൊന്നും കഴിയില്ല, എനിക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആള് 10 ലക്ഷം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട്, അങ്ങനെ എഴുന്നേൽക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ എനിക്കൊന്ന് കാണണം, എന്തോ ഒരു പ്രശ്നമുണ്ട്. രാവിലെ 3 മണിക്ക് എണീറ്റാൽ 10 ലക്ഷം തരാന്ന്, നിങ്ങൾക്ക് വലിയ കോടീശ്വരന്മാരൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് 10 ലക്ഷം വളരെ ചെറുതായിരിക്കാം. സോറി, ഞാൻ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു ഒരു 1 CR തരാം നാളെ 3 മണിക്ക് എണീറ്റാൽ. റഫീഖ് ഭായ്, ഇതൊരു എക്സാമ്പിൾ ആണ്, കുറച്ച് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത്. ഞാൻ എക്സാമ്പിൾ പറയാണ്, എത്രങ്ങൾ എങ്ങനെ ചെക്കാണോ തരിക എന്ന് എക്സാമ്പിൾ പറയണം, ഇത് റിയാലിറ്റി അല്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചോളൂ, സങ്കല്പിക്കാൻ കാശ് വേണ്ടല്ലോ, സങ്കല്പിക്കാൻ ക്യാഷിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടങ്ങളിലും വെറും ഇമാജിനേഷനാണ്, സങ്കല്പങ്ങളാണ്. കുറെ ഫിലോസഫികൾ ഇങ്ങനെ കത്തിവിടുകയാണ്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ക്ലബ് ഹൗസിൽ, കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അന്തം വിടുന്ന വാളം വിടുന്ന പോലുള്ള ഫിലോസഫികളാണ്. ലൈഫ് വെച്ച് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അത് ഒരു തമാശ പറയാറുണ്ട്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യേണ്ട സ്ഥാപനത്തിൽ, അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്നു, നിങ്ങൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിന് തീ പിടിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ഞാനത് ഓടിപ്പോയി കെടുത്തും. അങ്ങനെ ഓടി കെടുത്താൻ കഴിയില്ല, ഭീകരമായി ആളി കത്തുകയാണ്. അപ്പൊ ഞാൻ ഫയർഫോഴ്സിലേക്ക് ഫോൺ വിളിക്കും, അതൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും?
ഞാൻ താഴെ പോയി കാർ എടുത്തിട്ട് എന്ത് ചെയ്യും, ഫയർഫോഴ്സിലോട്ട് ഓടി വണ്ടി എടുത്തു പോകും. അന്ന് ഹർത്താലാണ്, വണ്ടി ഓടിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ സങ്കല്പിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ വഴിയിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ട് ഞാൻ ഓടിപ്പോവും. ഓടിപ്പോയിട്ട്, അല്ല ഓടാനും കഴിയാത്ത അത്രയും ദൂരമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇയാളങ്ങനെ കുടുക്കാണ് ഇന്റർവ്യൂ ബോർഡ്, ഒരിക്കലും എത്താൻ കഴിയില്ല. അപ്പോ അങ്ങനെ അത്രയും കിലോമീറ്റർ ഉണ്ട് നിങ്ങൾ സങ്കല്പിക്കുക എന്ന് പറഞ്ഞു. എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലൊരു മഴ ഉണ്ട് പെയ്തായിട്ട് നിങ്ങളോട് സങ്കല്പിച്ചാളി. ഞങ്ങൾക്കും സങ്കല്പിക്കാൻ പറ്റുമല്ലോ. ശരിക്കും ഇതൊരു ഒരു ഉണ്ടാക്കി കഥയാണെങ്കിലും സ്പിരിച്വാലിറ്റിയുമായിട്ട് ഈ ഒരു സ്റ്റോറിക്കുള്ള ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാല്, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സങ്കല്പമാണ്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവ സങ്കല്പമാണ്. അപ്പൊ തിരിച്ച് അവിടെ നിന്നുള്ള റിസൾട്ടും അങ്ങനെ തന്നെയാണ്, സങ്കല്പത്തിലേ ഉണ്ടാവുള്ളൂ. ഇമാജിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി അല്ല. നമ്മളിങ്ങനെ പറയാണ് ദൈവം അത് ഇത് ലൈഫായിട്ട് കണക്റ്റഡ് അല്ല, ഫുള്ള് സങ്കല്പമാണ്. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരാൾ മീൻ പിടിച്ചപ്പോ അയാൾ പറഞ്ഞത്, മീൻ ഇങ്ങനെ പിടിച്ചു, അടുത്ത മീൻ കിട്ടിക്കഴിഞ്ഞാല്, അവിടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു സൂഫി പിന്നെ പണ്ഡിറ്റാണ് ആര്, മമ്പറം തങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ മീൻ പിടിച്ച് അടുത്ത മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മമ്പറം തങ്ങൾക്കായിക്കൊന്നു, മമ്പറം തങ്ങളുടെ പേര്. അപ്പൊ അതൊന്ന് വലിയൊരു മീൻ കിട്ടി. അപ്പൊ അല്ല, മമ്പറം തങ്ങൾക്ക് ഇത്ര വലിയ മീൻ വേണ്ട, അടുത്തതാക്കാണ്. അപ്പൊ തന്നെ ആ മീൻ എന്ത് ചെയ്ത് അങ്ങോട്ട് ഇയാളെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് വെള്ളത്തിലുണ്ട് വീണു. അപ്പൊ ഈ മമ്പറം തങ്ങൾക്ക് ഒരു തമാശയും പറയാൻ പറ്റില്ല. നമ്മള് വെച്ചാല് മറ്റേ ഇതിൽ പറയണ്ടല്ലോ, അച്ചോ, എല്ലാവർക്കും അറിയണ വിറ്റാണ്. അച്ചോ, അല്ല അച്ഛൻ ചോദിക്കാണ്, പിന്നെ നിനക്ക് രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും, അറിയില്ല, സംഭവം അറിയില്ലേ. ഞാൻ ഒന്ന് ദാനം ചെയ്യച്ചോ, അല്ലെ, രണ്ട് വീട് ഒന്ന് ചെയ്യും, എല്ലാം പറയും. ലാസ്റ്റ് രണ്ട് പശു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊന്നും ചെയ്യില്ല, എന്ത് അതെനിക്കുണ്ട്. അത് റിയലാണ്, ബാക്കിയൊക്കെ സങ്കല്പങ്ങളാണ്. രണ്ട് പശു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചപ്പോ അതിനൊന്നും ചെയ്യുന്നില്ല. അതെന്താണ് ഇത്രയും വീടൊക്കെ ദാനം ചെയ്ത ആള് കാറ് ദാനം ചെയ്താൽ പശു കൊടുക്കൂല, അതിൻ്റെതാണ്. അത് പണ്ട് പിന്നെ ഖുറാനിലൊരു ആയത്ത് ഇങ്ങനെ വരുമ്പോഴേ, ആകാശഭൂമി മുഴുവനും ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞു. അതിൽ 15 സെന്റ് അതിൻ്റെതാണ്, ബാക്കി 15 സെന്റിന്റെ വീട് മാറി അയിമക്ക് വരരുത് പൊന്നാര ദൈവം. ആകാശോ ഭൂമിയോ ഗോളങ്ങളോ എന്ത് വേണമെച്ചാൽ അത് നമുക്ക് പ്രശ്നമല്ല, നമ്മളെ ലൈഫായിട്ട് കണക്റ്റഡ് അല്ല. സൂര്യൻ ദൈവം എടുക്കട്ടെ, എന്താ പ്രശ്നം, ചന്ദ്രൻ എടുത്തോട്ടെ, എന്റെ പറമ്പുക്കും എന്റെ ആരോഗ്യത്തിക്കും എന്റെ അങ്ങോട്ട് വരാൻ നിൽക്കരുത്, അവിടെ വന്നാൽ വിവരം അറിയും. ഇതാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ. എങ്ങനെയാണ് ലൈഫിൽ ദൈവം ഇടപെടുക? പക്ഷെ ഒരു കുട്ടിയുടെ ലൈഫിൽ ദൈവം ഇടപെടും. വിശ്വാസമുള്ള പണ്ടൊരു വളരെ എന്താ പറയാ, ബാറ് തുടങ്ങിയ കഥ അറിയില്ല. ബാറ് നമ്മൾ വിശ്വാസത്തിലേക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാറ് തുടങ്ങി പള്ളിന്റെ അടുത്ത്. അപ്പൊ പള്ളിയിൽ അച്ഛൻ ഭയങ്കര പ്രാർത്ഥന, ബാറ് തകർന്നു പോട്ടെ, ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര പ്രാർത്ഥന. എന്താന്നറിയില്ല, 2 ദിവസം കഴിഞ്ഞൊക്കെ എന്ത് ചെയ്തു, പള്ളിനെ തൊട്ടടുത്തുള്ള ആ ബാറ് നശിച്ചു പോയി, തകർന്നു പോയി, ഇടി പൊളിഞ്ഞു പോയി. അപ്പൊ അവര് കേസ് കൊടുത്തു. അച്ഛൻ അച്ഛൻ ഞങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചു, കോടതിയിലെത്തി. കോടതിയിലെത്തിയിട്ട് അച്ഛൻ പറയണുണ്ട്, ഞാൻ ആരും ഇതാക്കി പറയില്ലട്ടോ, അച്ഛൻ വന്നതിന് കോടതി ജഡ്ജിനോട്, എന്താ നിങ്ങളീ പറയും, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ട് അതെങ്ങനെ തകരുക? അല്ലച്ചോ, അവര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരാ പറയണ, ബാറോടോ പറയണ, അവര് ശക്തമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അപ്പൊ ഇവിടെ ആർക്കാ ഇപ്പൊ വിശ്വാസം ഉള്ളത്? ബാറുടമ വിശ്വാസി. ഞങ്ങള് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല, അത് വെറുതെ പറയണുള്ളൂ, അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും നടക്കൂല എന്നുള്ളത്. മഴക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് വന്ന സമയത്ത് മഴക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ട്, മഴ. അപ്പൊ ആ പ്രാർത്ഥന കഴിഞ്ഞ് മഴ പെയ്ത്, ചിലപ്പോ മഴ വെറുതെ പെയ്തു ആവാലോ. അപ്പൊ മഴ പെയ്തൊക്കെ എന്ത് ചെയ്തു, ഒരാൾ മാത്രം, ഒരു വൃദ്ധനായ ഒരാൾ, അയാൾ മാത്രമുണ്ട് കുട ചൂടിങ്ങനെ പോ, ബാക്കിയുള്ളവരൊക്കെ നനഞ്ഞു. കാരണം ബാക്കിയുള്ളവർക്കൊന്നും, ആ ഒരാൾ കാരണം അവിടെ മഴ പെയ്തു. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും, മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്തായാലും മഴ പെയ്യുമല്ലോ, അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുട വേണമല്ലോ. അതിനാണ് ബിലീഫ് എന്ന് പറയുന്നത്. ബിലീഫ് അല്ല വിശ്വാസം. ബിലീഫ് പറഞ്ഞ വെറും സങ്കല്പമാണ്. ബിലീഫിന്റെ അപ്പുറത്തേക്ക് ട്രസ്റ്റിലേക്ക് പോകണം. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്നുള്ള, അല്ലെ, കണ്ണുകൊണ്ട് കണ്ടാൽ പോലും എന്റെ സുഹൃത്ത് എന്നെ ചതിക്കൂല എന്നുള്ള ഒരു ഉറപ്പൊരാക്കുണ്ടെങ്കിൽ അത് ബിലീഫിന്റെ റേഞ്ച് വിട്ടു, അത് ട്രസ്റ്റിലേക്ക് എത്തി. അപ്പൊ ഇത് ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അവസ്ഥയാണ്. അവിടെയാണ് സ്പിരിച്വാലിറ്റിക്ക് സാധ്യതകളുള്ളത്. ദൈവം എന്ന കോൺസെപ്റ്റ് ആവട്ടെ, പ്രപഞ്ചമെന്ന് വിളിച്ചാലും ഒക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട
ഹൃദയത്തിന്റെ പ്രത്യേകമായ ഒരു ലെയറിൽ നടക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ, അതിൻ്റെ ഉള്ളോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന പ്രവർത്തികൾ, അതിൻ്റെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിൾ എഫേർട്ട്, അതിൻ്റെ ഉള്ളോട്ട് പോവുകയാണെങ്കിൽ സ്ട്രോങ് ഡിസിഷൻസ്. അവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വന്നത്. അത് നാളെ 3 മണിക്ക് നിൽക്കുന്നത്. അതിൻ്റെയും ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ അമ്മയോടുള്ള അല്ലെങ്കിൽ ഉമ്മയോടുള്ള ബന്ധം, അത് ചില വ്യക്തികളോടുള്ള നമുക്ക് അഗാധമായ സ്നേഹം. ഈ ലവ് അഫെയർ കേസുകളിലൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെ അങ്ങനെ പറയണ്ടാവും. നമ്മൾ പറയും കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്, അവർക്ക് അച്ഛനെയും അമ്മേനൊന്നും വേണ്ട, ഇത്രയും കാലം അവരൊക്കെ തള്ളിപ്പറഞ്ഞു അങ്ങനെ ഇങ്ങനെ. പക്ഷെ എന്താ വിഷയം എന്നറിയോ? നിഷ്കളങ്കമായ മനസ്സിൽ കുറച്ച് ആഴത്തിൽ അതങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കത്തിയോട് കുത്തി കഴിഞ്ഞാൽ അയ്യോ സോറി അത് ഞാൻ ഉദ്ദേശമല്ല, പിന്നെ വലിച്ചിട്ട് കാര്യമില്ലല്ലോ, മുറി ഉണ്ടാവില്ലേ. കത്തിയോട് കുത്തി സാധനം ആഴ്ന്ന് ഇറങ്ങി, അയ്യോ വേണ്ട ഞാൻ പറ്റില്ലല്ലോ, അത് ഇറങ്ങിക്കഴിഞ്ഞു മുറിയായി കഴിഞ്ഞു. അപ്പൊ പ്രണയം എന്ന് പറയുന്ന സംഭവം ആ ഒരു ടീനേജിന്റെ നിഷ്കളങ്കതയിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇങ്ങനെ വളരെ സ്ട്രോങ്ങിലുള്ള, അപ്പോൾ ഒരാൾക്ക് ചെറിയ പ്രായത്തിലൊരു പൂച്ചയെ കണ്ട് പേടിയായി. പൂച്ച ചാടി, എന്ന് പറഞ്ഞ ചാടി. അപ്പൊ 5-ാമത്തെ വയസ്സിലാണ് സംഭവം. അത് പേടിച്ചു. 95-ാമത്തെ വയസ്സിലും ഇയാൾക്ക് പൂച്ചനെ പേടിയേക്കാൻ. അതാണ് ഹൃദയത്തിന്റെ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത്, ഉള്ളിലോട്ട് പോകുന്നത്. അഥവാ ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഭയങ്ങൾ, അവിടെയാണ് ഇഷ്ടങ്ങൾ, അറപ്പുകൾ, വെറുപ്പുകൾ. അവിടുന്ന് മാറാൻ കുറച്ച് പണിയാണ്. സ്റ്റോറേജ് ഏരിയയിലാണ് ആ സാധനം കിടക്കുന്നത്. അവിടെ നമുക്ക് വല്ല ഡിസിഷൻസും നടന്നു കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ വിശ്വാസം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അതല്ലാത്തതൊന്നും വർക്ക് ചെയ്യില്ല. ബാക്കിയൊക്കെ സങ്കല്പമാണ്, ബാക്കിയൊക്കെ ഇമാജിനേഷൻ ആണ്. ഇനി കുറച്ചും കൂടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് ഏരിയയുടെ ഉള്ളിലൊരു പ്രതലമുണ്ട്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിവൈൻ ഏരിയ എന്നാണ് പറയാം. ഡിവൈനിറ്റിയുടെ ഏരിയ, സിഫാത്തുകളുടെ ഏരിയ. ഡിവൈനിറ്റിയുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തോട്ട്സ് വരിക, ഒരു ഇമ്പൾസീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഈ വ്യക്തിയുടേതല്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ പ്രോപ്പർട്ടി അല്ല. അവിടെ ഒരാൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് വിൽ ബി കോൺസ്പയർ ടു മേക്ക് ഇറ്റ് ഹാപ്പൺ. അത് നടന്നിരിക്കുമെന്നുള്ളതാണ്. ആ സ്ഥലത്ത് ഒരു ഡിസിഷൻസ് നടക്കുകയാണ്, അവിടെ ഒരു തോട്ട്സ് വരികയാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അത് നടന്നിരിക്കും. 100 ഡിഗ്രി വെള്ളം തിളപ്പിച്ചാൽ തിളക്കും. ആ യൂണിവേഴ്സൽ ലോ ആണ്, അവിടെ വരില്ല. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. അയ്യോ എന്താ ചെയ്യാ, അവിടെ വരണമെങ്കിൽ അത്ര എന്ത് ചെയ്യണം, അത് ഈ പറഞ്ഞ കടമ്പകളൊക്കെ കയറി ഉള്ളിലോട്ട് പോകണം. അപ്പൊ ഈ പ്രൊഫറ്റിന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് സിദ്ദീഖ് എന്നുള്ളതാണ്. സിദ്ദീഖിനെ അർത്ഥത്തിനെ വാസ്തവമാക്കുന്നതിന് ഏറ്റവും ഏറ്റവും നിയറസ്റ്റ് ഫ്രണ്ടാണ്. പർവാനെ കോ ചിറാഗ് ഹേ ബുൽബുൽ കബൂൽ ബസ് സിദ്ദീഖ് കെ ലിയേ ഖുദാ കെ റസൂൽ ബസ്. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധമുണ്ട്, നോളേജിന്റെ. അതുപോലെ ആ നോളേജിന്റെ സംവേദനത്തിന്റെ ഒരു യാത്ര ഉണ്ട്, ഒരു ജേണി ഉണ്ട്. അത് ഓരോ ദർശനങ്ങളിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അബൂബക്കറും തമ്മിലുള്ളൊരു ജേണിയുടെ ഒരു യാത്രയുണ്ട്. ഹിജറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ തമ്മിലുള്ളൊരു യാത്രയാണ്. അവർ തമ്മിലുള്ള ഒരു വല്ലാത്തൊരു അടുപ്പത്തിൽ നിന്നും അടുപ്പത്തിന്റെ പ്രതിഫലനങ്ങളെ പുറത്തേക്ക് ബഹിർഗമിച്ച യാത്രയാണ് ഹിജറ. മക്കയിൽ നിന്ന് മദീനയിലോട്ട് പോവാണ്. പിന്നെ സൗറിൽ ഇങ്ങനെ, പിന്നെ ഒരു പൊത്തിലിങ്ങനെ ഒരു ഗുഹയിൽ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയണമായിരിക്കും. അപ്പൊ എല്ലാ പൊത്തുകളും അടച്ചു, ശീലൊക്കെ എടുത്ത് എല്ലാ പൊത്തും. അങ്ങനെ പാമ്പ് വരുമല്ലോ. അങ്ങനെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അബൂബക്കറിന്റെ മടിയിൽ മുഹമ്മദ് നബി കിടക്കുകയാണ്. അപ്പൊ ഒരു പൊത്ത് മാത്രം അടച്ചില്ല. അപ്പൊ അവിടെ കാല് വെച്ചു കൊടുത്തു. പിന്നെന്താ അത് ചെയ്യണതില്ലേ? കടിക്കാതിരിക്കാനാണ് അല്ല, അദ്ദേഹത്തെ കടിക്കാതിരിക്കാനല്ല, കാരണം ആ പൊത്തിന്റെ അവിടെ തള്ളവിരൽ വെച്ചു കൊടുത്തു. കൊത്ത് കിട്ടി, നല്ലൊരു കൊത്ത് കാലിൽ വന്ന് കിട്ടി. വേദന കൊണ്ട് പൊളഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റി മടിയിൽ കിടക്കുന്ന പ്രവാചക പുങ്കവന്റെ മുഖത്ത് വീണപ്പോ കണ്ണ് തുറന്നപ്പോ കാണുന്നത് കണ്ണ് നിറഞ്ഞ അബൂബക്കറിനെയാണ്, ഉച്ചത്തോയനെയാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട്. ആ പാമ്പ് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ആരെ? പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തടസ്സം നിന്നപ്പോൾ അത് കൊത്തിയതെന്നാണ്. അങ്ങനെ ഒരു സ്പിരിച്വൽ ലെവലിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം.
അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ബന്ധം അത്ര, പാമ്പിന്റെ കൊത്ത് കിട്ടിയിട്ട് പോലും കാലെടുത്ത് മാറ്റാതെ ആ ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. പ്രവാചകൻ ഒരു യാത്ര പോകുന്നുണ്ട്, എന്തത്, ആകാശാരോഹണം. അപ്പൊ ശരിക്കും ഒരു സയന്റിഫിക്കലി കുറെ ഡിസ്കഷൻസ് വന്ന ഒരു ഏരിയയാണ്. അങ്ങനെ മൈൻഡ് ട്രാവലിംഗ് ഒക്കെ കേൾക്കണ്ടല്ലോ. നമുക്ക് നമ്മൾ നിൽക്കുന്ന ഒരു പ്രതലത്തിൽ, നമ്മളൊരു ബോഡിയുടെ പ്രതലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരീരം ഒരു ഭാരമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരു യാത്ര ചെയ്യുന്നു രാത്രിയിൽ. അപ്പൊ അങ്ങനെ ഇത് ശത്രുക്കൾക്കൊക്കെ വലിയൊരു ആശ്വാസമായി. മുഹമ്മദ് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നലെ ഒരു ആകാശയാത്ര നടത്തി എന്നൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും കളിയാക്കി. അങ്ങനെ അബൂബക്കറിന്റെ അടുത്ത് ചെന്നിട്ട് പറയണം, ഇനിയിപ്പോ ഇതും ഈ വിശ്വസിക്കുകയാണ്, എന്റെ കൂട്ടുകാരൻ ഇന്നലെ എവിടെയൊക്കെ പോയി വന്നു എന്നൊക്കെ പറയണത് രാത്രി. ആ സമയത്ത് മറുപടി പറയണത്, എന്റെ പ്രവാചകൻ, എന്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചു. അഥവാ ഈ കോൺഷ്യസിന്റെയും സബ് കോൺഷ്യസിന്റെയും ഇടയിൽ മൈൻഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു അരിപ്പുണ്ട്. ആ അരിപ്പില്ല, എന്തും ഉള്ളിലേക്ക് ഇറങ്ങും. ഇതാണ് ഡിവൈൻ ഏരിയ എന്ന് പറയുന്നത്. അത് ഇങ്ങനത്തെ വിശ്വാസമുള്ള ആളുകൾക്ക് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. അത് ചില ഒരു കുട്ടിക്ക് അച്ഛനിലുള്ള വിശ്വാസം, ആകാശത്തേക്ക് കുട്ടീനെ ഇടുകയാണ്. ചെറിയ കുട്ടിനെ അങ്ങനെ ഇടാൻ പാടില്ല. മുമ്പ് ഒരു തിരൂർ ഭാഗത്ത് ഒരു കുട്ടീനെ ഇങ്ങനെ മുകൾക്കിട്ട് അടിയിലൊരു പാറക്കോലുണ്ടായിരുന്നു, കൈ മിസ്സായി നേരെ പാറക്കോലിൽ പോയി തറച്ചു. ചെറിയ കുട്ടി. പക്ഷെ ഇത്രയും അപകടകരമായ രൂപത്തിൽ വായുവിലൂടെ കുട്ടീനെ എടുത്ത് പൊന്തിക്കാൻ അച്ഛനെ വിശ്വാസമാണ് കേട്ടാ. ഇയാള് കയ്യെന്ന് വിടുന്ന ആളാവരുത്. ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് ഈ കുറച്ച് സമയം ഉണ്ടാവും, എന്ത് കയ്യിലേക്ക് വരുന്നതിന്റെയും മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കണ കുറച്ച് സമയമുണ്ട്. ഡേഞ്ചർ ഏരിയ. ആ സമയത്ത് പോലും കുട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇനിയും 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 എന്ന് പറഞ്ഞ കുട്ടി ആവേശത്തോടെ ചാടുകയാണ്. എന്തുകൊണ്ട്? എന്റെ വാപ്പ, എന്റെ ഫാദർ, എന്റെ അച്ഛൻ, ആ ട്രസ്റ്റാണ്. തോണി ഇങ്ങനെ ആട്ടി മറിയുകയാണ്. കാറ്റും കോളും വരികയാണ്. കാറ്റേനി വീശരുത് ഇപ്പോൾ എന്ന് പാടിയിട്ട് കാര്യമില്ല, കാറ്റ് വന്നുപോയി. തോണി മറിയാൻ പോവാണ്. ഭാര്യയും ഭർത്താവും തോണിയിൽ യാത്ര ചെയ്യാണ്. ഭാര്യ പറഞ്ഞ, മനുഷ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, രക്ഷപ്പെടണ്ടേ. ഇയാൾ അനങ്ങാമാത്ത നിൽക്കുകയാണ്. പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞപ്പോ ഇയാൾ എന്ത് ചെയ്ത്, അരിന്ന് കത്തി എടുത്തിട്ട് അവിടെ കഴുത്തേണ്ട വെച്ചു. ഇപ്പൊ കൊല്ലു തന്നെയാണ്. എന്റെ പൊന്നു മനുഷ്യർ, തമാശ കളി, രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്യ്, ഇതിപ്പോ മറിയും. ഇയാൾ ചോദിച്ച ചോദ്യം ഇതാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഇവളെങ്ങനെ തൊള്ളട്ടോണ്ട് നിൽക്കുകയാണ്. അതിനെ കൊന്നു കഴിഞ്ഞാൽ സുഖമായല്ലോ. ആരും കാണാത്ത സമയം ഈ സ്ഥലത്ത് വെച്ചിട്ട് കത്തി എടുത്തിട്ട് നിന്റെ കഴുത്തിന്റെ അടുത്ത് വെച്ചിട്ട് നിന്നെ കൊല്ലുന്ന് ഞാൻ പറഞ്ഞിട്ട് നീ അത് വിശ്വസിച്ചില്ലല്ലോ അല്ലയോ എന്ന് ചോദിച്ചു. എന്താ നീ പേടിക്കാത്തത്? എന്റെ മനുഷ്യങ്ങളിന്റെ കെട്ടിയോണല്ലേ, നിങ്ങൾ എങ്ങനെ എന്നെ കൊല്ലൂ? യെസ്. എങ്കിൽ എന്റെ ഈ കണ്ട നാടിയേക്കാൾ അടുത്ത് എന്റെ സമീപസ്ഥൻ, ബൈബിൾ പറയേണ്ട സമീപസ്ഥനാണ് അവൻ, എന്റെ ദൈവമുണ്ട്. ഞാൻ അതിൽ ട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊന്നും പറ്റൂല. എന്തിനാ ഞാൻ പേടിക്കണം? ഇനി പറ്റി കഴിഞ്ഞാൽ തന്നെ ഞാൻ അവന്റെ അടുത്തേക്കല്ലേ പോണത്. ഇതിന് പറയുന്ന പേരാണ് ട്രസ്റ്റ്. ഇത് ബിലീഫിൽ നടക്കൂല, വിശ്വാസത്തിൽ നടക്കും. എന്ത്, ഈ മാസം എനിക്കൊരു ഒരു പിന്നെ ഐക്രോസ് വണ്ടി കിട്ടും, അതിലൊക്കെ വിശ്വസിക്കാൻ പറ്റും. ജീവൻ പോണ സമയത്ത് അവിടെ ഒന്നും വിശ്വാസം നടക്കൂല. അവിടെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കാവൂ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം പ്രവാചകന് വീഴുന്ന സമയത്ത് മാലാഖ ജിബിരിയിൽ വന്ന് ചോദിക്കണ്ടേ, രക്ഷപ്പെടുത്തണോ? ഏയ്, ഇനി എവിടുക്കപ്പോ? മുകളിൽ നിന്ന് വീണു, താഴെ തീയാണ്, ഇനി അതിന്റെ ഇടയിൽ സമയമില്ല. ആ സമയത്ത് പറയണ എന്താ അറിയോ? എന്റെ അവസ്ഥ ഓനക്കറിയില്ലേ, എന്റെ അവസ്ഥ എനിക്കറിയാലോ. ഇങ്ങനൊരു ബന്ധം ഉണ്ടാവണേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ അറിയണമെങ്കിൽ സ്പിരിച്വാലിറ്റിയെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പാർട്ട് ദൈവം എന്നുള്ളതാണ്, പ്രപഞ്ച ശക്തി എന്നുള്ളതാണ്. ദൈവത്തെ അറിയാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛനെ അറിയാൻ എന്ത് ചെയ്യണം? ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റും. അച്ഛനെ അറിയാൻ, നിങ്ങൾക്ക് അച്ഛനെ അറിയോ? ഏതച്ഛൻ? നമ്മുടെ ഫാദർ. അമ്മനെ അറിയാൻ എന്ത് ചെയ്യണം? അമ്മയെ അറിയാൻ എന്ത് ചെയ്യണം? അമ്മയെ കുറിച്ച് ഒരു 3 പുസ്തകം വായിച്ചാൽ മതി, അപ്പൊ അമ്മനെ കുറിച്ച് അറിയാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ സെമിനാറിൽ പങ്കെടുത്താൽ മതി. അമ്മയെ എങ്ങനെ അറിയും? ആ, സ്പെൻഡ് ടൈം വിത്ത് ദം. യെസ്.
എന്നാലും ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. വാട്ട് ഈസ് ദ അമ്മ, അത് കിട്ടൂല. അമ്മയെ അറിയാൻ ലോകത്ത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. തല കുത്തി മറിഞ്ഞിട്ടും അമറുബായിക്ക് മരിക്കോളം അമ്മനെ അറിയാൻ പറ്റൂല, ഉറപ്പാണ്. അമ്മനെ അറിയാൻ എന്താ വഴിയുള്ളൂ? ഈ ഒരു സ്പിരിച്വൽ തോട്ട്സിലൂടെ നമ്മുടെ ഈ ഒരു സാധനം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക. അമ്മനെ അറിയാൻ ഒരു വഴിയാണല്ലോ, എന്താണ്? ആർക്കും പറയാൻ പറ്റുമോ? അമ്മ ഇല്ലാതായേക്കണം. അപ്പൊ അമ്മന്റെ ഫീലിങ്സ്, അമ്മയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ അറിയും. വെരി ഗുഡ്. ഞാൻ പറയുന്ന സംഭവം അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാൻ എനിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ആരും മെസ്സേജ് ചെയ്തു അമ്മയാവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. അച്ഛനറിയാൻ അച്ഛനാവുക. മാങ്ങ എന്താണെന്ന് അറിയണമെങ്കിൽ എന്താ വഴി? മാങ്ങനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല, വീഡിയോസ് റീല് കണ്ടിട്ട് അറിയില്ല. മാങ്ങ കഴിക്കണം. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന സാധനമാണ്, അതിന്റെ എക്സാമ്പിളുകളിലൂടെയാണ് ഈ സാധനം മനസ്സിലാവുക. ഒരാള് വീടിന്റെ മുകളിൽ പണ്ട് ഓടാണല്ലോ, ഓട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച നേരാണ്, ഉച്ചേമുക്കാല് നേരാണ്. 12:30 സമയത്ത് വീടും പുറത്ത് ഓട്ടിലും ഏപ്രിൽ മാസത്തില് സൂര്യതാപമൊക്കെ ഏറ്റ് ആൾക്കാർ പൊള്ളി മരിക്കുന്ന സമയത്ത്, അപ്പൊ താഴത്ത് നിന്നിട്ട് അമ്മ വിളിച്ചു പറയണം, മോനെ വെയിലാടെ ഇറങ്ങി, നമുക്ക് വൈകുന്നേരം മാറ്റാം. അവൻ കേൾക്കണില്ല, അവൻ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാം. ആ സമയത്ത് എത്ര അമ്മ പറഞ്ഞു മോനെ ഇറങ്ങുന്ന പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല. ഇവൻ എന്ത് ചെയ്തു? ലാസ്റ്റ് അമ്മ എന്ത് ചെയ്തു പറയും? അമ്മ ഇവന്റെ കുട്ടിയുണ്ട്, 3 വയസ്സായ കുട്ടി വീട്ടിന്റെ ഉള്ളിലുണ്ട്. ആ കുട്ടിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? മുറ്റത്ത് പൊരി വെയിലത്ത് കൊണ്ടുവച്ചു. ഓട്ടും പുറത്തുള്ള ഉമ്മ എന്തെങ്കിലും കാടണ കുട്ടീനോടെ കൊണ്ടുവയ്ക്കുന്നത്, എന്തെങ്കിലും വട്ടായ? എനിക്ക് പൊള്ളുണ്ടില്ലേ? ഞാൻ എത്ര പേരുടെ മനസ്സിലായില്ല, എനിക്ക് ഇപ്പൊ പൊള്ളണില്ലേ? ഇതേമാതിരി എന്റെ സാധനമാണ് അവിടെ കിടക്കുന്നത്. അവന് വേഗം മനസ്സിലായി, വേഗം ഇറങ്ങുക. എന്താണ് മാതൃത്വം, എന്താണ് പുതുത്? അനുഭവിക്കാതെ സാധനം മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് കനോട്ട് ബി എക്സ്പ്ലെയിൻ. നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തെ അറിയാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ദൈവാവുന്നല്ലേ, വേറെ ഇപ്പം എന്താ വഴി? ദൈവത്തെ അറിയാൻ ദൈവത്തിന്റെ അർറഹ്മാനു ഫസ്അൽ ബിഹി ഖബീറ എന്ന് പറയുന്നത്. ദൈവം പറയാൻ ദൈവത്തിന്റെ ക്വാളിറ്റിയിലൂടെ യാത്ര ചെയ്യാന്നുള്ളത്. സിഫാത്ത് എന്ന് പറയും, അവന്റെ വിശേഷണങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവനിലേക്കുള്ള അടുപ്പം കിട്ടുക, ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക എന്നത്. ഓക്കെ, ഇന്ന് പുതിയ കാലം ഹാപ്പിനെസ് കുറഞ്ഞ കാലമല്ല, ഹാപ്പിനെസ് കൂടിപ്പോയ കാലമാണ്. മധുരം കൂടി മധുരം എന്തെന്നറിയാത്തൊരവസ്ഥയിലായതാണ് പുതിയ ജനറേഷന്റെ ഏറ്റവും വലിയ ദുര്യോഗം. വാങ്ങുന്നത്, കാണുന്നതും മോഹിക്കുന്നതും മുഴുവനും കൈപ്പിടിയിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഡോപ്പമിന്റെ ക്രിയേഷൻ കൂടിപ്പോയി. അങ്ങനെ സ്ട്രെസ്സിലേക്ക്, അഥവാ ഒരു വല്ലാത്തൊരു ഡ്രൈനെസ്സിലേക്ക് എത്തിപ്പോയി. ഒന്നും മതിയാവാതെ വരികയാണ്. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ മാത്രം കിട്ടിയിരുന്ന ബിരിയാണി ഇന്ന് എപ്പോഴപ്പോ, ഇന്ന് സാധാ ചോറ് സ്പെഷ്യലായി മാറിയിരിക്കുകയാണ്. നേരെ തിരിഞ്ഞു. കളിക്കോപ്പുകളും കളിപ്പാട്ടങ്ങളൊക്കെ വിരൽത്തുമ്പിലാണ്. കരഞ്ഞ് മാസങ്ങൾ തപസ് ചെയ്താൽ കിട്ടേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്? ഒരു യാത്ര, അച്ഛാ അത്, ഉമ്മ അതുമാണ്, കഴിഞ്ഞു, സാധനം കിട്ടി. മിഠായികൾ യഥേഷ്ടമായി സുലഭമായി. ദൗർലഭ്യമില്ലായ്മയാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം. ദൗർലഭ്യമാണ് സന്തോഷം കൂട്ടുന്നത്. വളരെ റെയറായ ചില പഴങ്ങൾ ഉണ്ടാവും, എന്തൊരു ടേസ്റ്റേക്കാർ അത് കഴിക്കാൻ, അപൂർവമായി കിട്ടുന്നത്. എന്നു തന്നെ ആയാലും ഞാൻ കുറച്ച് പിന്നെ മാങ്ങ സീസണിൽ നമ്മളെ കാലാപ്പടി എന്ന് പറഞ്ഞ മാങ്ങ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? മറുപടി കാലാപ്പാടി. ആദ്യം എനിക്ക് ഇതിന് ഇഷ്ടം, മറ്റേ നീലനൊക്കെ ആയിരുന്നു. കാലാപ്പാടി ഉണ്ട്. ഇത് കിട്ടാൻ വേണ്ടി വണ്ടി ഓടിച്ച് എവിടെയുള്ള പോകും. അത്രയും ടേസ്റ്റാ. അതിങ്ങനെ വീട്ടിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒന്നായിട്ട് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ അനിവാര്യമുള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ. ഇന്നില്ലാത്തതോ പുതിയ തലമുറക്ക് ഇല്ലാത്തതോ തന്നെ. ജീവിതത്തിൽ അനിവാര്യമായും വേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാം? പെയിനാണ്. സന്തോഷം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. പക്ഷെ സന്തോഷം കൂടിക്കഴിഞ്ഞാൽ, സന്തോഷം വളരെയധികം കൂടിക്കഴിഞ്ഞാൽ മടുത്ത് ബോറടിച്ചു പോകും. ഒന്നും സന്തോഷമാണെങ്കിൽ എന്നും ബിരിയാണിന്റെ മാതിരിയാവും.
വേദനകളാണ് സന്തോഷത്തെ നമ്മൾക്ക് അനുഭവിപ്പിച്ചു തരുന്നത്. ഇരുട്ടാണ് വെളിച്ചം എന്താന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇരുട്ടില്ലായിരുന്നെങ്കിൽ വെളിച്ചം എന്തെന്ന് എങ്ങനെ പറയും? ഇപ്പൊ വെളിച്ചം അതെന്താ? നമ്മൾ സമയം ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ടാണ് നമുക്ക് വെളിച്ചം എന്താന്ന് മനസ്സിലാവുന്നത്? ഇടയ്ക്ക് ഇരുട്ട് വരുന്നോണ്ടാണ്. അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. ഈ വേദനകൾ, അതുപോലെ ദൗർലഭ്യത നിർബന്ധമായും ക്രിയേറ്റ് ചെയ്യപ്പെടണം. ചോദിക്കുന്ന മുഴുവനും മക്കൾക്ക് മേടിച്ചു കൊടുക്കരുത്. പിഷ്കാട്ടണം എന്നല്ല പറഞ്ഞത്. ഈ യഥേഷ്ടം, ഈ വലിയ സമ്പന്നരുടെ മക്കളുടെ വലിയൊരു പ്രശ്നം അതാണ്. അവർക്ക് കിട്ടാത്തതൊന്നുമില്ല, പിന്നെ മേലെ 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 പോവാണ്. അവിടെയാണ് പുതിയ ലോകത്ത് ഒരു അഞ്ചിലൊരാൾ ഡിപ്രഷൻ പേഷ്യൻ്റ് എന്നുള്ള ലെവലിൽ നിൽക്കുന്നിടത്താണ് സ്പിരിച്വാലിറ്റി ഭയങ്കരമായ ഒരു ഇനി പുതിയ ലോകത്തുള്ള സാധ്യത ഇതാണ്. MNC കമ്പനികൾ വരെ സ്പിരിച്വൽ ട്രെയിനിങ്ങുകൾ തുടങ്ങുകയാണ്, വലിയ വലിയ കമ്പനികളിലടക്കം. കാരണം സ്ട്രെസ്സിന്റെ ലെവൽ കൂടി, തിരക്കുകൾ കൂടി, സൗകര്യങ്ങളൊക്കെ മനുഷ്യന് ഇഷ്ടം പോലെ. 80കളുടെ കാലഘട്ടത്തിൽ ദാരിദ്ര്യമായിരുന്നു. അന്ന് നല്ല ചോറിട്ടില്ലായിരുന്നു സന്തോഷം. അന്ന് ചോറിട്ടിയായിരുന്നു സന്തോഷമാവില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു റീൽസിൽ ഇന്ന സ്ഥലത്തൊരു ഉപ്പിലിട്ട മാങ്ങണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആകെ ഇനി പത എടുത്ത് തിന്നാത്തേ ഉള്ളൂ. അപ്പൊ അത് വണ്ടിയിട്ട് ബാക്കിയൊക്കെ തിന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ മറ്റോടത്തുണ്ട് മുണ്ടറമ്പിൽ ഒരു സാധനം ഉണ്ട്, പിന്നെ അങ്ങോട്ട് വണ്ടി എടുത്തു പോകും. എന്തേ കിട്ടണില്ല, ഒന്നൊന്നും സന്തോഷം കിട്ടണില്ല. തൊട്ടടുത്ത വീട്ടിലെ കപ്പലണ്ടിയിൽ നിന്ന് എന്ത് കിട്ടണം? തൊട്ടടുത്ത കടയിലെ കപ്പലണ്ടിയിൽ നിന്ന് സന്തോഷം കിട്ടേണ്ടതിന് പകരം കൊച്ചിക്ക് പോകാണ് പറയുന്നത്, സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഹാപ്പിനെസ് കൂടി പോയതാണ് ഏറ്റവും. അതുകൊണ്ടാണ് പെയിൻ വരുന്നത്. നിങ്ങൾ ഈ പ്രവാചകന്മാരെടുത്ത് നോക്കൂ, എല്ലാ പ്രൊഫറ്റുകളും വേദനയൊക്കെ അവരുടെ ലൈഫിന്റെ ഒരു മെയിൻ സ്ട്രീം. അതിലൂടെയാണ് അവരെ കടത്തി കൊണ്ടുപോകുന്നത്. എന്തിനാ അവരിങ്ങനെ പ്രയാസങ്ങൾ എത്തിയാൽ എന്നിട്ട് പിന്നെ സക്സസ് കണ്ടെത്തുന്നതാണ്. സ്പിരിച്വാലിറ്റിയിലെ ഒരു പ്രാക്ടീസ് തന്നെ അതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടണം, പക്ഷെ ചില സമയത്തെങ്കിലും ആഗ്രഹിച്ച സാധനം നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. 3 പ്രാക്ടീസുകൾ പറയാം, എന്നിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കും. ആഗ്രഹിച്ചതൊക്കെ നേടണം, അത് നമ്മുടെ മൈൻഡിന്റെ പവറാണ്, യെസ്. പക്ഷെ ചില സമയത്തെങ്കിലും ആഗ്രഹിച്ച സാധനം കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്യണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തിന്നാൻ കൊതിയുള്ള സമയത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാം. അത് മൈൻഡിന് പവർ കൂട്ടും. ഇപ്പൊ വേണ്ടാന്ന് വെക്കാൻ കഴിയണം. എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും, ഒരു തെറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ സാഹചര്യം ഉണ്ടായിട്ട്, ജസ്റ്റ് ഒരിക്കലെങ്കിലും അതിനെ ത്യജിക്കാനുള്ള സുഹൃദ് എന്ന് പറയും, പരിത്യാഗം, ഒരവസ്ഥ ഉണ്ടായാലും മൈൻഡിന്റെ ലെവൽ മാറും. നിന്നെ സ്നേഹത്തോടുകൂടെ അവൻ, ഈ പ്രപഞ്ചശക്തി നിന്നെ സ്നേഹത്തോടുകൂടെ നോക്കാൻ തുടങ്ങും. ഇതാണ് ഹാപ്പിനെസ് കൂട്ടാനുള്ള ഒരു സാധനം. തോനെ നേടുക എന്നുള്ളതല്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നേടിയതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അവസരം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഒരിക്കൽ, വൺസ് ടൈം. രണ്ടാമത്തെ പ്രാക്ടീസ്, വൺ ഡേ. നമ്മളൊരു എല്ലാ കച്ചവടവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും അല്ലേ, ഇന്ന് അങ്ങനെ ഉണ്ട്. വൺ ഡേ ഹിസാബ്, അഥവാ ഇന്നത്തെ ദിവസം രാത്രിയിൽ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്യുക, ചിന്തിക്കുക. ഇന്നെങ്ങനെ ജസ്റ്റ് ഒരു കണക്കൂട്ടൽ, ഒരു പുസ്തകം പെണ്ണെടുത്ത് കഴിഞ്ഞാൽ, ഡയറി എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി. ഒന്ന് അവിടെയുള്ള ഒരു ബ്ലോക്കുള്ള സമയത്ത് ഓപ്പോസിറ്റ് വന്ന അച്ചങ്ങാനിട്ട് വെറുതെ ഒരു എന്തപ്പോ സംസാരം ഉണ്ടാവാൻ കാരണം, അവിടെ എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. ജസ്റ്റ് അതിനെ കുറിച്ചൊന്നൊരു അന്ന് മറ്റേ ഒരാളെ ഹെൽപ്പ് ചെയ്തു, എന്താ അയാളെ മുഖത്തുള്ള സന്തോഷം. ഇന്നത്തെ എൻ്റെ ദിവസത്തെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് പുറകിലോട്ട് പോയി അതിനെ വിലയിരുത്തുക, അനലൈസ് ചെയ്യുക, വേണ്ട ചേഞ്ചുകൾ ആവശ്യമെങ്കിൽ കൊണ്ടുവരിക. മൂന്നാമത്തെ പ്രാക്ടീസ് ഹൽവ എന്ന് പറയും, അഥവാ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള. ഒരു ദിവസത്തിൽ ഇന്ന് നമ്മൾ ഒറ്റക്കാവണില്ല അല്ലേ, ലക്ഷക്കണക്കിന് ആളുടെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും ഇരിക്കുക, ഓൺലി 5 മിനിറ്റ്സ്. ഒന്നും ചെയ്യണ്ട, മെഡിറ്റേഷൻ ഒന്നും ചെയ്യണം, ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുക, ശൂന്യതയിൽ, നിശബ്ദതയിൽ. അതാണ് ഏറ്റവും വലിയ മെഡിറ്റേഷൻ. 5 മണി സമയത്ത് ആ ഒരു പുറത്തുള്ള കാറ്റ്, ചെറിയ കാറ്റ് ഉണ്ടാവുള്ളൂ, ആ കാറ്റിനെ ശ്രദ്ധിച്ചിട്ട്, അതൊക്കെയാണ് സ്പിരിച്വാലിറ്റി. നെക്സ്റ്റ് ലെവലിലേക്ക് ഒരാൾ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സംഭവം കൂടിയുണ്ട്. ആ 3ന്റെ കൂടെ അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ,
ഒരാൾ പോലും അറിയാതെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാം. ഒരു മനുഷ്യനും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു നന്മ നമ്മുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. വയറെരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തന്റെ പശ്ചിമാറ്റുമുറിയരിച്ചോറാവുക. വയറെരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തന്റെ പശ്ചിമാറ്റുമുറിയരിച്ചോറാവുക. ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധന്റെ ചൂടിന്റെ രോമപ്പുതപ്പാവുക. നിലതെറ്റി വീഴുന്ന കൂടപ്പിറപ്പിന്റെ താങ്ങുന്നയലിന്റെ തണലാവുക. ഇതന്നെ സ്പിരിച്വാലിറ്റി. ആർക്കെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൽ അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാന്നുള്ളത്. അത് നമ്മൾ പലപ്പോഴും പലതും ചെയ്യും, അയാൾ തിരിച്ചൊന്നും നന്ദിയില്ലെങ്കിൽ അയാൾക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ആ നിരാശരാകും. ആ നിരാശ വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങിയത് മുതലക്കുളം പറഞ്ഞിട്ടാണ്. അതെന്താണ് എന്നുള്ള കഥയുടെ പിന്നിലുള്ള ഒരു സംഭവം നിങ്ങൾ ഊഹിച്ചെടുക്കുക. പിന്നെന്ത് വിഷയമായിരുന്നു പറഞ്ഞത്? നമ്മൾ എങ്ങനെയായിരുന്നു വിഷയം കൊണ്ടുവന്നത്? പിന്നെ വിശ്വാസത്തിന്റെ തലങ്ങളെ കുറിച്ച് പറഞ്ഞു. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ലെയറുകൾ: റിഫ്ലെക്സ്, ഓട്ടോ പൈലറ്റ്, സിമ്പിൾ എഫേർട്ട്, സ്ട്രോങ് ഡിസിഷൻ, സ്റ്റോറേജ് ഏരിയ, ഡിവൈൻ ഏരിയ. പിന്നെ സന്തോഷം കൂടാനുള്ള സ്പിരിച്വൽ വഴികൾ പറഞ്ഞു. അങ്ങനെ അതിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ലൈഫ് കുറച്ചും കൂടെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നും. കുറച്ചും കൂടെ ഒരു ഉന്മേഷം തോന്നും. ലൈഫ് ജീവിക്കാനും ജീവിതത്തിൽ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, ആളുകളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ തോന്നും. നമ്മളിൽ നിന്ന് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കയ്യൊപ്പുകൾ ഇവിടെ ഉണ്ടാവും. കയ്യൊപ്പ് പറയുമ്പോൾ അവിടെ താജ്മഹൽ ഉണ്ടാക്കുകയാണ് എല്ലാവരും ആലോചിക്കുക. അതൊന്നുമല്ല, ഒരു മരം നടലാണ് ഒരു കയ്യൊപ്പ്. ഒരാളെ ചെറുതായിട്ടൊന്ന് സന്തോഷിപ്പിക്കൽ എന്നൊരു കയ്യൊപ്പ്. അതിനപ്പുറമൊന്നുമില്ല. ഹൃദയങ്ങൾ വിപ്ലവങ്ങൾ തീർത്തവരാണ് സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. നന്ദി, സ്നേഹം. എല്ലാ ഹൃദയങ്ങളിലും ആത്മീയമായ അനുഭവങ്ങൾ അവരെ ജീവിതത്തെ ഫുൾഫില്ലാക്കും, ജീവിതത്തെ ഒന്നും കൂടെ ഫ്രൂട്ട്ഫുൾ ആക്കും, നനവുള്ളതാക്കും. ജീവിച്ചു എന്ന് തോന്നും. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ജീവിക്കാൻ കഴിയും. സാധ്യമാവട്ടെ. സ്നേഹാശംസകളോടെ സലാം. താങ്ക് യു. താങ്ക് യു ഉസ്താദ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഓ, അറിയണാണേ പറയാം. ഓക്കെ, ഫൈൻ. നമ്മൾ സാധാരണ ഈ സ്പിരിച്വാലിറ്റീനെ, അപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്യായിരുന്നു. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ്നസ് ട്രെയിനർ. അപ്പോൾ അവൻ എന്നോട് പറയായിരുന്നു, എനിക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് പോകാൻ. അതുപോലെ തന്നെ വേറൊരു കൺഫ്യൂഷൻ ഉള്ളത്, പൈസ ഉള്ളവരൊന്നും സ്പിരിച്വൽ അല്ല. അപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ പോകുന്ന എന്താ റിച്ച് ആയ ആളുകളൊക്കെ സൂചിയുടെ ഉള്ളിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് പോലെ ആയിരിക്കും സ്വർഗത്തിൽ പോകുക. അതുപോലെ തന്നെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ പോറാക്കണേ എന്ന്. അപ്പോൾ ഈ മണി ഈസ് റിയലി സ്റ്റോപ്പിംഗ് അസ് ടു ബി സ്പിരിച്വൽ? അതല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർക്ക്, ഒരു എഞ്ചിനീയർക്ക്, ഇപ്പോൾ സാദിഖ് സാവർ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ഡിസ്പാച്ചറാണ്, അദ്ദേഹത്തിന് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊന്ന് കണക്ട് ചെയ്യുക എന്നാണ് എൻ്റെ ചോദ്യം. എ ആർ റഹ്മാനോട് പറഞ്ഞത് മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, അപ്പോ എ ആർ റഹ്മാൻ പറഞ്ഞു എനിക്ക് എന്തിനാ പിന്നെ ഈ കഴിവ് തന്നതെന്നാണ്. അദ്ദേഹത്തെ എങ്ങനെ ആരോ എന്തോ ചോദ്യം ചോദിച്ച സമയത്തെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട്, ശരിക്കും ഖലീഫ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്പിരിച്വാലിറ്റി ഉള്ളത്. ഖലീഫ മീൻസ് പ്രതിനിധി എന്നുള്ളതാണ്. എന്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? എന്തിനാണ് ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ, അതുപോലെ ഇവിടുത്തെ റോഡുകൾ, പ്ലെയിന്, ഇവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് മുഴുവനും ഇത് മുഴുവനും ഓരോ ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നേവേ അവർ ദൈവത്തിന്റെ ആരാണ്? ദൈവത്തിന്റെ സ്വന്തക്കാരാണ്. നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ, അഥവാ നമ്മുടെ ഒരു വീട് ആലോചിച്ചു നോക്കാം. നമ്മുടെ വീട്, ആ വീട് സുന്ദരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം. റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലനം എന്നുള്ളതാണ്. ഇതിനെങ്ങനെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ക്രമാനുഗതമായ വളർച്ചക്കാണ് റബ്ബ് എന്ന് പറയാം, വളർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ വളർച്ച ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ ആളുകളിൽ നിന്ന് ഖിലാഫത്ത് സംഭവിക്കണം, അഥവാ കോൺട്രിബ്യൂഷൻസ് വരണം. അവരാണ് ദൈവത്തിന്റെ ആള്. അപ്പൊ നമ്മളിലുള്ള പൊട്ടൻഷ്യലിനെ, നമ്മളിലുള്ള പ്രതിപാദനത്തെ ശരിക്കും എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പലരിലും പലതായിരിക്കാം. ചിലരെന്തായിരിക്കും, ഒരു ആർട്ടിസ്റ്റ് മൈൻഡുള്ള ആളായിരിക്കും. സ്പിരിച്വൽ ആയിട്ടുള്ള തോട്ട്സും പ്രാക്ടീസും വന്നു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കണ ആ ഒരു ആർട്ടിസ്റ്റിക് ഏരിയ എന്ത് ചെയ്യും,
പുറത്തേക്ക് വരികയും അത് എക്സ്പ്രസ്ഡ് ആവുകയും ചെയ്യും. അത് അയാൾക്ക് വേണ്ടി ആയിരിക്കൂല, ഈ ലോകത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. പുതിയ കാലത്ത് ഇന്ന് ബിസിനസ് വേൾഡ് ആണ്. ഒരാൾ നല്ലൊരു ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ ഈ സമൂഹം മുഴുവൻ രക്ഷപ്പെടും. എത്ര ആളുകളാണ് രക്ഷപ്പെടുക. നമ്മൾ പലരും ഇങ്ങനെ പഴയ കാലത്ത് ഇല്ലായ്മയുടെ കാലത്തുള്ള വലിയൊരു ഒരു 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 എന്താ പറയാ, ഒരു ഒളിച്ചോട്ടമായിരുന്നു പൈസക്കാരൊക്കെ മോശമാണെന്നുള്ളൊരു സാധനം. ഇപ്പൊ അല്ലാതെ ആരും പറയില്ല, പ്രഭാഷകരും പറയില്ല. കാരണം എല്ലാവരും കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ പഠിച്ചുപോയി. പണ്ട് ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടമാണ്. അന്നത്തെ ഏറ്റവും വലിയ ടോപ്പിക് എന്താണ്? ധൂർത്താണ്. ഇന്നാരും ധൂർത്തിനെ കുറിച്ച് പറയില്ല. കാരണം അന്ന് ധൂർത്ത് എന്ന് പറയുന്ന സാധനം ഇന്ന് ഏത് സാധാരണക്കാരന്റെയും ബേസിക് ആണ്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾ പറയുന്നത് നോക്കണ്ട. പിന്നെ ഒരു ദരിദ്രനായ ഒരാൾ, അയാൾക്കും സ്പിരിച്വൽ ഉണ്ട്. ഒരാൾക്ക് പൈസ ഇല്ല, ഒരാൾ നല്ല ബിസിനസ് ചെയ്തു, അയാൾ ഹൈ ലെവൽ ബിസിനസ്, പക്ഷെ അയാൾ പൊട്ടിപ്പോയി, അയാളത് ബാധിക്കൂല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാധനം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പൈസ ഉണ്ടാക്കാൻ സ്പിരിച്വാലിറ്റി വേണം. ഇല്ലാതെയും പൈസ ഉണ്ടാക്കാം, പണം ഉണ്ടാക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള ആദർശമോ അല്ലെങ്കിൽ കൺസെപ്റ്റോ ഇല്ലാതെ. പക്ഷെ അതിന് സമാധാനം ഉണ്ടാവാൻ നിർബന്ധമില്ല. ഒരാൾ സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ അയാളിൽ കുറച്ചും കൂടെ എന്താവും, കുറച്ചു വിശാലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു യാത്രക്കാരൻ. അത് സാധാരണ ഒരു ബിസിനസ്സുകാരനെ പോലെ ആയിരിക്കൂല. അയാൾക്ക് പീസ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഗുണം. അപ്പൊ അതില് നമ്മളിൽ നിന്നുള്ള എന്ത് കഴിവുകൾ പുറത്തു വരണമെങ്കിലും അതിന് കൂടുതൽ, ഇപ്പൊ ഒരാൾക്കൊരു കഴിവില്ല, ഒരു പാവപ്പെട്ട ഒരാൾ ഒരു കഴിവില്ല, അയാൾക്കും സ്പിരിച്വൽ ആവാം. അപ്പൊ അയാളിന് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് അയാളുടെ ലൈഫിന്റെ ഒരു മിഷൻ. അങ്ങനെ പോവാം. അപ്പൊ ഇത് പണം ഒരിക്കലും എന്തല്ല, ഇതിന് തടസ്സമല്ല. പണം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് അതൊരു ഒളിച്ചോട്ടമാണ്. കഴിവില്ലെങ്കിൽ ഓക്കെ, പക്ഷെ അതിന് കുറ്റം പറയാൻ പാടില്ല. പണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഹാപ്പി ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് സ്പിരിച്വൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഉണ്ടാക്കാൻ കഴിവുള്ളവൻ ഉണ്ടാക്കണം, പാടാൻ അറിയുന്നവൻ പാടണം. എന്താണോ നമ്മുടെ കഴിവ്, ആ യുണീക്നെസ്സിനെ കണ്ടെത്തി എക്സ്പ്ലോർ ചെയ്യുക, അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമലൈക്കും. ഇസ്ലാം റഹ്മത്തുള്ള. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ നമ്മള് ഒരാളും അറിയാതെ ഒരു നന്മ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ പറയോ? നിങ്ങള് പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രാക്ടീസ് തന്നിരുന്നു. അതായത് ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിയാലും മതി, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയാൽ വളരെ നന്നായി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഉത്കൃഷ്ടമായ ഒരു സംഭവമാണ്. ആരെയും നമ്മൾ മൊബൈലൊന്നും എടുക്കരുത്. മൊബൈൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ വേറെ കൊടുത്തോളൂ. മൊബൈലൊന്നും എടുക്കരുത്. ഒരു മനുഷ്യനായ സുഹൃത്തുക്കളോടും പറയേണ്ട, സ്റ്റാറ്റസ് കൂടണ്ട. ഒരാൾക്ക് പോയിട്ട് ഫുഡ് കൊടുക്കുക, അതിന്റെയും ഹയർ ലെവലുള്ള ഒരു സാധനമാണ്. അപ്പൊ അയാളുടെ ഒരു പുഞ്ചിരിയെങ്കിലും കിട്ടും. ഉറങ്ങുന്ന അയാളുടെ തലയുടെ തൊട്ടടുത്ത് പൊതിച്ചോറ് കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് മാറി നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഇങ്ങനെ അയാളുടെ കയ്യിൽ ചിലപ്പോൾ വിശന്നുറങ്ങിയതേക്കാരം. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അവരതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതില് അയാളിങ്ങനെ തുറന്ന സമയത്ത് അയാളുടെ ആ ഒരു മുഖത്തുള്ള എക്സൈറ്റ്മെന്റും അതൊരു രസമാണ് കണ്ടിരിക്കാൻ. അയാളടുത്ത് അയാൾ പോലും അറിയാതെ ഭക്ഷണം വെച്ച് മാറി നിന്നിട്ട് എൻജോയ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു ബുദ്ധന്റെ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ വെക്കുന്നു, അയാളുടെ സന്തോഷം പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ വേഗം പോകുന്നു. ഇത് നമ്മളുടെ ടേസ്റ്റ്, നമ്മളുടെ ഒരു കാബിലിയത്ത്, നമ്മളുടെ ഒരു സാഹചര്യത്തിനനുസരിച്ച്, കഴിവിനനുസരിച്ച് ഇതിൽ ഏതും ചെയ്യാം. ഒരാളും അറിയാതെ ഭക്ഷണം വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്താണ് എന്ത് ചെയ്യാം, വേറെ ഏതൊരാൾ വഴി ഒരു ഗൂഗിൾ പേ അയച്ചു കൊടുക്കാം, ഒരാൾക്ക് 500 രൂപ അയച്ചു കൊടുക്കാം. ആരും അറിയണം. അത് ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയൊരു സംഭവം. അപ്പൊ പത്രക്കട്ടിങ്ങളുടെ അച്ഛന്റെ പരിപാടി എന്തായാലും, മരിച്ച ശേഷം അച്ഛനെ കുറിച്ച് മക്കൾ അറിയാണ്. സകല കിഡ്നി പേഷ്യൻസിനും മൂപ്പരുടെ പെൻഷൻ 500, ചെറിയ സംഖ്യയാണ്, പക്ഷെ അത് ഭയങ്കര സംഭവമല്ലേ, ഒരു മനുഷ്യനെ അറിയണില്ലേ. നമ്മൾ നാട്ടിലുള്ള കമ്മിറ്റി പിരിവെടുത്തിട്ട് അതിലൊരു 500, പള്ളി കമ്മിറ്റിക്ക് ഇത്ര, അതിൽ പേരൊക്കെ എഴുതി വരും. ഇതല്ല, നിങ്ങൾ ഒരിക്കലും അറിയാത്ത വാട്സപ്പിൽ ഉണ്ടാവും അല്ലേ, ഒരു മിനിറ്റ് മതി. ആ QR കോഡ് അല്ലെങ്കിൽ ഇന്നാളെ സഹായിക്കോ ജനുവിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 500 രൂപ അടിച്ചു നോക്കും, മനസ്സിനൊരു റാഹത്തുണ്ടാവും. ഒരാളും അറിയില്ലല്ലോ, നമ്മൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള പലതും ചെയ്യാൻ സാധിക്കുന്നതാണ്.
സാർ, വളരെ സന്തോഷം. സാധാരണ മാറൂഫിന്റെ ഈ സെഷനിൽ അങ്ങനെ ഇരിക്കാൻ കഴിയാറില്ല, പക്ഷെ ഇന്ന് പഠിച്ചതിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് വരാൻ പറ്റിയത്. സാർ പറഞ്ഞ സ്റ്റോറേജ് ഏരിയ, ഡിവൈൻ ഏരിയ, അങ്ങോട്ടേക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾക്ക് എങ്ങനെയാണ് സാധ്യമാവുക? ഒരു വലിയ സബ്ജക്റ്റ് ആണെന്ന് അറിയാം, എന്നാലും എന്തെങ്കിലും അതിനൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. അതിലെ ഒരു സംഭവം ദൈവത്തെക്കുറിച്ച് അഥവാ ഇലാഹിനെ കുറിച്ച് നമ്മളിവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് പവർ, അതിനെക്കുറിച്ചുള്ള ഒരു 3 തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം, വിശ്വാസത്തിന്റെ 3 തല ഞാൻ പറഞ്ഞത്. ആ ഡിവൈൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയയിലേക്ക് കയറണം. ഡിവൈൻ ഏരിയയിലേക്ക് കയറണമെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്റ്റോറേജ് ഏരിയയിൽ കയറണമെങ്കിൽ കൂടുതൽ നമ്മൾ ക്ലീനിങ്ങുകൾ നടക്കണം. ഉള്ളിൽ നമ്മളുടെ ട്രോമാസും ഉള്ളിൽ നിന്ന് കുറെ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യണം, കണ്ടാമിനേഷൻസ് കളയാന്നുള്ളതാണ് സ്റ്റോറേജ് ഏരിയ സ്ട്രോങ് ആക്കാനുള്ള വഴി. ഡിവൈൻ ഏരിയയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ദൈവവിശ്വാസം? ഒരാൾ ദൈവത്തെ വിശ്വസിക്കുന്നു, എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അയാൾ വിശ്വസിക്കുന്നത്? ഇപ്പൊ ഞാൻ തിന്നുന്നു, എന്താ തിന്നുന്ന ചോദ്യം ഉണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, എന്താ വിശ്വസിക്കുന്നത്? ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണ്. നമുക്ക് ആർക്കും അവരോട് മത്സരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ മത്സരിക്കാൻ തോറ്റു പോകും. പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേത് പരീക്ഷണത്തിൽ നിന്നും നമ്മൾ ദൈവത്തോട് രക്ഷ തേടും. ദൈവം എന്തിനായിരിക്കും നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? പരീക്ഷണല്ല, ശരിക്കും പരിശീലനല്ലേ. ദൈവത്തിനെ നമ്മൾ പരീക്ഷിച്ചിട്ട് അറിയാൻ ത്രികാലജ്ഞാനിയാണെന്നല്ല ദൈവത്തെ കുറിച്ച് പറയാം. ദൈവം പരീക്ഷിച്ചറിഞ്ഞിട്ടൊന്നും വേണ്ട, ശരിക്കും അതൊരു പരിശീലനാണ്. നമുക്ക് നമ്മളറിയാനും നിസ്സഹായാവസ്ഥയും അല്ലേ സൂപ്പർ നാച്ചുറൽ പവർ അല്ലേ ദൈവം എന്ന് വെച്ചാൽ? സൂപ്പർ നാച്ചുറൽ പവർ ആണ്. അതെന്തായാലും ആ ഒരു ബിലീഫ് ഉള്ളവർക്ക്, ഒരു ഏത്തിസ്റ്റിക് അല്ലാത്ത എല്ലാവരും ദൈവത്തിന് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരിക്കലും നമുക്ക് അവരോട് മത്സരിക്കാനോ ദൈവത്തിനെക്കാട്ടും വലുതൊന്നുമില്ല. മനുഷ്യൻ ദൈവത്തിന്റെ മുന്നിൽ വളരെ നിസ്സാരനാണ്. എന്നിട്ട് എന്തായിരിക്കും എന്തിനാണ് പരീക്ഷണം എന്നാണ് ചോദിക്കുന്നത്? അതെ, എന്തിനായിരിക്കും? നിസ്സാരനായ, ദുർബലനായ, അശക്തനായ ഇവനെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പൊ അതിനൊരു ഒറ്റവാക്കില് ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്. അതിൽ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, TA സൈക്കോളജിയിൽ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് സൈക്കോളജിക്കൽ. അപ്പോൾ പലതും ഞാൻ തന്നെയാണ് എന്ത് ചെയ്യണത്, എൻ്റെ ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്നത്. എൻ്റെ 7 വയസ്സിൻ്റെ ഉള്ളില് ഒരു 3 ലക്ഷത്തോളം സ്ക്രിപ്റ്റുകൾ എൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. എൻ്റെ ചില കൺസെപ്റ്റുകൾ, ആ 3 ലക്ഷത്തോ സ്ക്രിപ്റ്റുകൾ ഒരു 50,000 പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പോസിറ്റീവ് ആവുമെന്നാണ് റിഗ്ബൺ പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതല്ല. ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ, ഡ്രൈവിങ്ങിൽ നമ്മൾ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ പലപ്പോഴും ആക്സിഡന്റ് പറ്റും. അതിന് വ്യത്യസ്ത തലങ്ങളുണ്ട്, ഒരു ഏരിയ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഓരോ സാധനം, ഒരു മാങ്ങ, അതിന്റെ DNA എന്തൊക്കെയാണ് ഉള്ളത്, ഒരു മരത്തിൽ, ഒരു വിത്തിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളത്, എത്ര മാങ്ങ ഉണ്ടാവും, എത്ര ഇല ഉണ്ടാവും, എത്ര ഇല കൊഴിഞ്ഞു പോകും, ഫുൾ ഡീറ്റെയിൽസ് കോഡഡ് ആണ്. അതിന്റെ നോളജ് ഉണ്ട് എന്നുള്ള ഒരു തെറ്റാണ് മൂപ്പര് ചെയ്തത്. അത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ദൈവം നമ്മളൊന്നും ചെയ്യണില്ല, പരീക്ഷിക്കുകയല്ല, ശരിക്കും പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അമ്മേ അല്ലെ, രാവിലെ എണീറ്റിട്ട് വിളിച്ച് വാരി അല്ലെ, അതിനങ്ങോട്ട് ഉറങ്ങണം, നല്ല സമാധാനത്തിൽ ഉറങ്ങണം, അതിന് മുടിയൊക്കെ പിടിച്ച് വാരി കുളിപ്പിച്ച്, ചിലതൊക്കെ അമ്മമാര് എന്തൊക്കെ കാണിക്കുന്ന അമ്മമാര് വെള്ളം കൊടുന്ന് പാർന്ന് അതിനങ്ങോട്ട് കഷ്ടപ്പെടുത്തി 8 മണിന്റെ സമയമാകുമ്പോഴൊക്കെ വണ്ടി കണ്ട് എത്തിക്കാൻ വേണ്ടി കിടക്കുന്ന സാഹസം. പിന്നെ നല്ലൊരു സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ വൈകുന്നേരം വരെ ടീച്ചറെ പേടിച്ച്
അതുപോലെ ഡോക്ടറെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടികൾ ഡോക്ടറെ കണ്ടുകൂടാ. കുറച്ച് പ്രായം തിരിച്ചറിയെത്തുന്ന സമയത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുത്ത് ആ ഡോക്ടറുടെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവണം, എന്നാലേ നമ്മൾ റിയൽ ആൻസറിലേക്ക് എത്തുള്ളൂ. എന്തിനെന്നെ പരീക്ഷിക്കണം? ആ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരങ്ങളിലേക്ക് എത്തും, കൂടുതൽ തെളിച്ചമുള്ള ഉത്തരങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. നമുക്ക് സംസാരിക്കാം, പിന്നീടൊക്കെ അവസരം ഉണ്ടാവുമ്പോൾ സംസാരിക്കാൻ തോന്നും. അപ്പൊ നിങ്ങൾ ഡിവൈൻ ഏരിയനെ കുറിച്ച് പറഞ്ഞത്, ദൈവമുണ്ട് എന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. ആ ഉണ്ട് എന്ന വിശ്വാസത്തിന്റെ അപ്പുറത്തേക്കുള്ള പരിശീലനങ്ങളാണ് നമ്മളെ ഇതാക്കുക. അതിന്റെ അപ്പുറം വിശ്വാസമുണ്ട്, അതിനപ്പുറം ഒരു വിശ്വാസം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവില്ല, എക്സ്പ്ലെയിൻ ഉണ്ടാവില്ല. ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്, ഉള്ളതല്ല വിഷയം. ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ദൈവം ഉണ്ടായിട്ട് എനിക്കെന്താ കാര്യം എന്നുള്ളതാണ് വിഷയം. ഉണ്ടെങ്കിൽ അവൻ എവിടെ, എങ്ങനെ, അതിന്റെ എങ്ങനാലിയത്ത് എന്ന് പറയും. എങ്ങനെയാണ് ദൈവം ഉള്ളത്, അവൻ എന്താ ചെയ്യണത് ഇപ്പോ, ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റിയിലെ വിഷയങ്ങൾ. അതറിയുമ്പോൾ നമ്മൾ എന്താവും, അത് ഡിവൈനിറ്റിയെ ടേസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ. ഉസ്താദ് പറഞ്ഞ ഹൃദയം റിയലി സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ടാണോ ഉസ്താദ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതെ 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 അതെ. ഓക്കെ, ഗുഡ്. സോ താങ്ക് യു. വേറെ ചോദ്യങ്ങളൊന്നുമില്ല വിശ്വസിക്കുന്നു, കാരണം ഉസ്താദിന് സമയമായിട്ടുണ്ട്. അപ്പോൾ റിയലി താങ്ക് യു സോ മച്ച്. ഫ്യൂച്ചറിൽ കുറേ സെഷനുകൾ വീണ്ടും നിങ്ങളെ നമ്മളോട് ജോയിൻ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സ്പെഷ്യൽ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. താങ്ക് യു. വലൈക്കും അസ്സലാം.